എത്ര പേർക്ക് സന്തോഷമുണ്ട്? കർത്താവ് ഒരിക്കൽ കൂടെ അവനെ ആരാധിക്കുവാൻ തക്കവണ്ണം ഒരു കൃപ നമുക്ക് നൽകി നമ്മളെ ഓരോരുത്തരെയും ഇന്നിവിടെ കൂട്ടി വരുത്തിയിരിക്കുകയാണ്. ആ ഒരു സന്തോഷത്തോടെ എല്ലാവരും ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ആരാധനയിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ശരിക്കും ഇതൊരു വലിയൊരു കൃപയാണല്ലേ. ഞങ്ങൾ ആലോചിച്ചപ്പം, ഞങ്ങൾ പ്രാർത്ഥിച്ച സമയത്ത്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ശരിക്കും കർത്താവിൻ്റെ ആ ഒരു കൃപ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്നിവിടെ ആയിരിക്കണം. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ അനേകം ദൃഷ്ടാന്തങ്ങളാൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ അടുത്തിരിക്കുകയാണ് അവൻ്റെ വരവിന്. അപ്പോൾ അവനെ കാണാനായിട്ട് ശരിക്കും നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കേണ്ട, കൂടുതലായിട്ട് ഒരുങ്ങേണ്ട ഒരു സമയമാണ് അടുത്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു കൃപ ഓർത്തുകൊണ്ട് അവൻ്റെ സന്നിധിയിലായിരിക്കുവാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. നമ്മൾ ഈ സമയം നമുക്ക് കണ്ണുകളടയ്ക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഈ നല്ല സമയത്തിനായിട്ട് കർത്താവെ നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ കൃപയാലാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. അങ്ങയുടെ സന്നിധിയിൽ അങ്ങേ ആരാധിക്കുവാൻ, അങ്ങയുടെ വചനത്തിൽ നിന്ന് കേൾക്കുവാൻ കർത്താവ് ഞങ്ങളെ കൂട്ടി വരുത്തിയത് അങ്ങയുടെ കൃപയാണോ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കർത്താവ്, അതിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. ഈ സമയം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് നമ്മുടെ ചിന്തകളെ, വികാരങ്ങളെ എല്ലാം, നമ്മുടെ ദേഹിയെ മുഴുവനുമായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, കർത്താവെ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവെ ഞങ്ങൾ ലോകത്തിൻ്റെ കാര്യങ്ങൾ വ്യാപൃതരായിരുന്നു കർത്താവെ. എങ്കിലും യേശുവേ, ഈ സമയം ഞങ്ങളെ തന്നെ ശാന്തമാക്കി പൂർണ്ണ ദൃഷ്ടി അങ്ങയുടെ മേൽ പതിപ്പിച്ചുകൊണ്ട് കർത്താവെ, അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ അങ്ങയെ ആരാധിക്കുവാൻ പൂർണ്ണ ബലം കർത്താവെ ഞങ്ങളുടെ ആരാധനയിൽ വെളിപ്പെട്ട് വരുവാൻ കർത്താവെ ഞങ്ങളെ തന്നെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ മധ്യ അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവെ അങ്ങയുടെ ഇടപെടൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താവശ്യമായിട്ടാണോ കർത്താവെ ജനങ്ങൾ കടന്നു വരുന്നത് കർത്താവെ, അത് അങ്ങേക്കറിയാം യേശുവേ. ഹല്ലേലൂയ. ആ ഹൃദയങ്ങളെ കാണുന്ന ആ ഒരു ദൈവം എല്ലാവരുടെ ഹൃദയത്തിലും കർത്താവ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയം ഞാനൊരു വചനഭാഗം വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ഈ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ശരിക്കും നമ്മൾ രക്ഷിക്കപ്പെട്ട ആ ഒരു കാലഘട്ടത്തിൽ, ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പലരും പറയുന്നൊരു കാര്യമുണ്ട്, ക്രിസ്തീയ ജീവിതം, ക്രിസ്തുവിലായിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷമാണ്. അല്ലെങ്കിൽ നമ്മളെ രക്ഷയിലേക്ക് നയിച്ച ആൾക്കാർ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവാം, എപ്പോഴും നിനക്ക് സന്തോഷമായിരിക്കും, നിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറും, നീ ക്രിസ്തുവിനെ വിശ്വസിക്കണം, അങ്ങനെ പറഞ്ഞായിരിക്കും ഒരു പക്ഷേ. ഞാനൊക്കെ അങ്ങനെയാണ്, അങ്ങനെ വിശ്വസിച്ചാണ് ആദ്യം ക്രിസ്തുവിലേക്ക് കടന്നു വന്നത്. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ക്രിസ്തീയ ജീവിതം സന്തോഷങ്ങൾ മാത്രമുള്ളൊരു ജീവിതമല്ല, എല്ലാ ദുഃഖങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉള്ളൊരു ജീവിതമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്? അത് ശരിക്കും ക്രിസ്തുവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഞാനൊരു വചനഭാഗം വായിക്കാം. യെശയ്യാവ് 41:10. നമുക്ക് എല്ലാവർക്കും പരിചിതമായൊരു വാക്യമാണ്. ഇവിടെ പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇത് കർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യമാണ്. അവിടെ തന്നെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്നെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിക്കും ഈ ഒരു വാക്യമാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അതായത് ക്രിസ്തീയ ജീവിതത്തിൽ എത്രയൊക്കെ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങളെല്ലാം ഉണ്ടെങ്കിലും, കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മൾ അതിലൂടെ എല്ലാം കടന്നുപോയി. പക്ഷേ എങ്കിലും നമ്മളെ വിട്ടുമാറാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം, നമ്മുടെ കൈപിടിച്ച് നടക്കുന്ന ആ കർത്താവിൻ്റെ സ്നേഹം, അതനുഭവിച്ചറിഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്നിവിടെ ആയിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിക്കും യഥാർത്ഥമായിട്ടുള്ള സന്തോഷം എന്താണ്, അത് അനുഭവിച്ചറിഞ്ഞ ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. ഞാനൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ശരിക്കും സന്തോഷം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ആനന്ദം എന്ന് വേണം പറയാൻ. നമ്മൾ ക്രിസ്തുവിലായിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ആനന്ദം, ഡീപ്പായിട്ടുള്ള സന്തോഷത്തെയാണ് നമ്മൾ ആനന്ദം എന്ന് പറയുക. ശരിക്കും ആ ആനന്ദം നമുക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നത് കൊണ്ട് മാത്രമല്ല, അത് കിട്ടുമ്പോൾ നമുക്ക് ചെറിയ സന്തോഷമൊക്കെ ഉണ്ടാവുമെങ്കിലും നമ്മുടെ ശരിക്കുള്ള ആനന്ദം, ആ ക്രിസ്തുവിലായിരിക്കുമ്പോഴുള്ള ആനന്ദം, അവൻ നമ്മളെ മക്കളാക്കി തീർത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. ആ പ്രത്യാശ നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് വീണ്ടും വരും എന്ന് വിശ്വസിച്ചുകൊണ്ട്, കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന അറിഞ്ഞുകൊണ്ട് നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ പോവാണ്. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇവിടെ പാട്ടിൽ പറയുന്നത് പോലെ, ഈ ലോകത്തിന്റെ താങ്ങുകൾ എല്ലാം മാറിപ്പോയാലും
ഇവിടെ ഏറ്റവും ഡീപ്പായിട്ട് ഈ പാട്ടുകാരൻ എഴുതിയിരിക്കുകയാണ്, സ്വന്തം സഹോദരർ തള്ളിക്കളഞ്ഞാൽ പോലും നമ്മളെ വിട്ടുമാറാത്തൊരു ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അധരങ്ങളെ തുറന്നുകൊണ്ട് കർത്താവിനോട് നന്ദി പറയാം. കർത്താവേ, ഈ ലോകത്തിൽ എന്തെല്ലാം മാറിപ്പോയാലും കർത്താവേ, ഞങ്ങളുടെ ആശ്രയമായിരിക്കുന്ന എന്ത് ഞങ്ങളെ തള്ളിക്കളഞ്ഞാലും കർത്താവേ, ഞങ്ങളെ വിട്ടുമാറാത്ത അങ്ങയുടെ സ്നേഹം കർത്താവേ, അതുകൊണ്ടാണ് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം എന്ന് ഞങ്ങൾ പാടുന്നത് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ ലോകത്തിൻ താങ്ങുകൾ നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾ കരുതുന്ന പല കാര്യങ്ങളും നമ്മുടെ ആവശ്യ സമയങ്ങളിൽ നമ്മൾ മാറിപ്പോകുമ്പോൾ കൈവേടിഞ്ഞിടുമ്പോൾ സ്വന്തം സഹോദരങ്ങൾ പോലും തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമെൻ കൂട്ടായി തള്ളിക്കളയുമ്പോൾ അവനെ കരുതൽ അനുഭവിച്ചു മാറിയാലേ ദൈവമെൻ ഇത്ര നല്ല ഇടയൻ, ഇത്ര നല്ലിടയൻ, ഉത്തമ സേവിതൻ, നിത്യനാം രാജാവൻ, കൂട്ടായി ആരെല്ലാം എന്നെ മറന്നാലും, ആരെല്ലാം എന്നെ സഹായിക്കാൻ എത്തിയില്ലെങ്കിലും എന്റെ കൂട്ടായുള്ളത് ആമേൻ. അദ്വിത്യമാം രാജാവിന്റെ കൂടായുള്ളതിനോർത്ത് അതുകൊണ്ട് കർത്താവിന്റെ കുഞ്ഞുങ്ങൾ പാട്ടുകൾ പാടും. ആമേൻ. എന്റെ കൂട്ടായ ആളുള്ളത് അദ്വിത്യനാം രാജാവായ എന്റെ യേശു ക്രിസ്തുവിന്റെ കൂടെയുള്ളപ്പോൾ വ്യാകുലം കർത്താവിൽ കുഞ്ഞുങ്ങൾ പാട്ടു പാടും. അന്ധകാരം ഭൂവിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ നമ്മുടെ സഹോദരങ്ങൾ പോലും നമ്മുടെ ശത്രുക്കളായി മാറുമ്പോൾ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കൾ അവിടെയും എന്റെ ദൈവം അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൽ ദൈവം കൂട്ടാളിയാണേ. അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴി അവിടെയെല്ലാം തന്റെ പുത്രന്മാരെ കാക്കുവാൻ വേണ്ടി, തന്റെ സ്വന്തം ജനത്തെ കാക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം, നമ്മുടെ കർത്താവ് ഏതൊരവസ്ഥ ജീവിതത്തിൽ വന്നാലും, ക്രിസ്തീയ ജീവിതത്തിലുള്ള നമ്മുടെ പ്രതികൂലങ്ങളും നമ്മുടെ കഷ്ടങ്ങളും വരുമ്പോൾ അവിടെയെല്ലാം നമ്മുടെ ക്രിസ്തീയ ജീവിതം സന്തോഷമാവുന്നത് ഒരിക്കലും എനിക്ക് സൗഭാഗ്യമുള്ളത് കൊണ്ട് മാത്രമല്ല, ഇതെല്ലാം കൂടെ അനുഭവിക്കാൻ എന്റെ കൂട്ടാളിയായ എന്റെ കർത്താവുള്ളത് കൊണ്ടാണ് എന്റെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹമാവുന്നത്. ആമേൻ. ആ വെളിപ്പാട് എത്ര പേരുടെ ഹൃദയങ്ങളിലേക്ക് വരും. കഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തീശു നായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ എത്ര പേർക്ക് പറയാൻ പറ്റും, എന്റെ ദൈവം എന്നെ വിടിവിച്ചാലും ഇല്ലെങ്കിലും അങ്ങ് മാത്രമാണ് എന്റെ ദൈവം. എന്റെ അവസ്ഥയിൽ നിന്ന് എനിക്ക് മോചനം കിട്ടിയാലും, എന്റെ രോഗാവസ്ഥയിൽ നിന്ന് എന്നെ വിടിവിച്ചാലും അങ്ങ് മാത്രമാണ് എന്റെ ദൈവം എന്ന് പറയുവാൻ വേണ്ടി എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ഒരിക്കൽ കൂടി പാടിയാട്ടെ. ക്രിസ്തീയ ജീവിതം, എന്റെ ദൈവം എന്റെ കൂട്ടാളിയായി ഉള്ളത് കൊണ്ട് കർത്താവിൻ കുഞ്ഞുങ്ങൾ ഇത്ര നല്ല ഇടയൻ,
ചെയ്യുന്നു നമ്മുടെ കർത്താവ്. ആമേൻ. നിത്യനാം രാജാവ് എന്റെ കൂട്ടാളിയാണ്. എന്റെ എല്ലാ പ്രശ്നങ്ങളിലും എന്റെ എന്റെ കർത്താവുണ്ട്. അസിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന എന്റെ കർത്താവ്, ആ അഗ്നികളുടെ മധ്യ ഇറങ്ങി വന്ന എന്റെ കർത്താവ്, ആ ജയിലിൽ ഇറങ്ങി വന്ന എന്റെ കർത്താവ്, അതേ കർത്താവ് ഇത് എന്റെ എല്ലാ പ്രശ്നങ്ങളുടെ മേലും ഇറങ്ങി വരുവാനും എന്നെ വിടിവിക്കുവാനും ശക്തനെന്ന് വിശ്വസിക്കുന്നവർ പാടിയാട്ടെ. അവന്റെ ശക്തിയുടെ വലിപ്പം ഒന്ന് അറിഞ്ഞാട്ടെ. എന്റെ ദൈവത്തിന്റെ വലിപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കിയാട്ടെ. കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും, കർത്താവിന്റെ സ്തുതികൾ കരയേറ്റും. സർവ്വം നോക്കുവാൻ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ട് എന്നെ അന്ത്യത്തോളം കരുതുവാൻ മതിയായ എന്റെ ദൈവമാണുള്ളത്. പൂർണ്ണ ആശ്രയം ഞാൻ അവനെ വയ്ക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള ഭാരങ്ങളും വ്യാകുലങ്ങളും ഞാൻ ഇപ്പോൾ അവന്റെ മേലേറിഞ്ഞുകൊള്ളുന്നു. നിന്നെ പോറ്റി പുലർത്താമെന്ന് വാഗ്ദത്തം ചെയ്ത എന്റെ ദൈവം എന്റെ മധ്യമുള്ളത് കൊണ്ട് ഹല്ലേലൂയ. എന്തിനു വ്യാകുലം? ആമേൻ. എല്ലാം ഏൽപ്പിച്ചു കൊടുത്താണ് അവന്റെ സന്നിധിയിൽ. കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനു വ്യാകുലം? എന്തിനീ ഭാരങ്ങൾ? എന്തിനീ വ്യാകുലം? കർത്താവിൻ കുഞ്ഞുങ്ങൾ. ആമേൻ. എത്ര പേര് തയ്യാറാണ് ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ഒരു പുതിയ പാട്ട് പാടുവാൻ? ഹല്ലേലൂയ. നമ്മൾ പലരും പല സിറ്റുവേഷനിൽ നിന്ന് ഇപ്പോൾ കടന്നു വന്നിട്ടുള്ളതാണ്. നമുക്കറിയാം, പല സന്ദർഭങ്ങളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളവരാണ്. ഹല്ലേലൂയ. രോഗാവസ്ഥയിലൂടെ ഇരിക്കുന്നവരുണ്ട്. വിഷമമുഖങ്ങൾ പലതും കാണാൻ പറ്റുന്നുണ്ട്. ആമേൻ. എന്നാൽ നമ്മൾ പാടിയതുപോലെ നമ്മുടെ വചനം പറയുകയാണ്, നിന്റെ ഏതൊരവസ്ഥയിലും നമ്മൾ പാടിയതുപോലെ സിംഹക്കുഴിയിലും അഗ്നിയിലും ഹല്ലേലൂയ ആ ജയിലിലും നമ്മുടെ എന്തൊരവസ്ഥയിലായിക്കോട്ടെ സഹോദരങ്ങൾ നമ്മളെ തള്ളിക്കളഞ്ഞോട്ടെ, അവിടെ എല്ലാം വിടുവിക്കാൻ മതിയായ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ആ ദൈവത്തിന് വേണ്ടിയാണ് ഒരു പുതിയ പാട്ട് പാടുന്നത്. ഹല്ലേലൂയ. ആ സന്തോഷത്തോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പാടാം. ഹല്ലേലൂയ. വചനം പറയുന്നു, അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു. സങ്കീർത്തനക്കാരൻ പറയാണ്, ശത്രുക്കളുടെ മുമ്പിൽ നിന്ന് കർത്താവ് വിടുവിച്ചപ്പോ, ശൗലിന്റെ കയ്യിൽ നിന്ന് ദാവീദിനെ വിടുവിച്ചപ്പോ ദാവീദ് അനേകം നന്ദിയുള്ള സങ്കീർത്തനങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ പറയുന്നു, എന്റെ ഗോപുരവും അവൻ തന്നെ, ഞാൻ ഏറെ കുലുങ്ങുകയില്ല. എന്റെ ദയയും എന്റെ കോട്ടയുമായവൻ, എന്റെ ബലവും എന്റെ കോട്ടയും, കഷ്ടകാലത്ത് എന്റെ ശരണവുമായവൻ. ദാവീദ് അവിടെ പറഞ്ഞതുപോലെ നമ്മളിപ്പോ പാടാൻ പോവാണ്. നമ്മൾ പാടിയതുപോലെ എന്തിനാണ് ഭാരങ്ങൾ, എന്തിനാണ് ഈ വ്യാകുലം? ഏത് കഷ്ടത്തിന്റെ നടുവിലും നമ്മളെ നടത്താൻ ശക്തനായ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിനെയാണ് നമ്മൾ ഇന്ന് ആരാധിക്കാൻ പോകുന്നത്. കർത്താവിനോട് നമുക്ക് പാടാം, വല്ലഭ നീയാണ് എന്റെ കോട്ട, നീയാണ് എന്റെ ശൈലം, നീയാണ് എന്റെ ശരണമാക്കുന്ന എന്റെ പാറ. എത്ര പേര് ആ കർത്താവിൽ ചാരാൻ തയ്യാറാണ്? ആമേൻ. ആ ഭാരങ്ങളും പ്രയാസങ്ങളും എത്ര പേര് ആ കർത്താവിലേക്ക് അവന്റെ വചനം പറയുന്നു, നിങ്ങളുടെ സകല ഭാരവും കുറേ പറ്റുന്ന പാപങ്ങളെല്ലാം എന്റെ മേലിട്ടുള്ളൂ. ഹല്ലേലൂയ. നിങ്ങളെ ഞാൻ ചുമക്കുവാൻ മതിയായ ദൈവം നമുക്ക് തരും. ആമേൻ. യേശുവിൽ ഞാൻ ചാരിടും വഴികളും തിരമാലകളും കാത്തിരമ്പും നേരത്ത് ഒരിക്കൽ കൂടി യേശുവിൽ ഞാൻ ചാരിടും, യേശുവിൽ ഞാൻ ചാരിടും. പറഞ്ഞാട്ടെ വിശ്വാസത്തോടെ, യേശുവിൽ ഞാൻ ചാരിടും. എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും ആഴികളും തിരമാലകളും കാത്തിരമ്പും നേതുകൊണ്ടെത്താൻ വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം, വല്ലഭനീ കോട്ട. കോട്ട എന്റെ കർത്താവാണ്. ആ കോട്ടയെ തകർത്ത് എന്നെ തൊടുവാൻ ദുഷ്ടന്റെ ഒരു ശക്തികൾക്കും സാധ്യമല്ല. എന്റെ ദൈവത്തിന്റെ ബലം നിങ്ങൾ തിരിച്ചറിയേണ്ട അവസ്ഥയാണ്. എന്റെ ദൈവത്തിന്റെ ബലം ഹല്ലേലൂയ. അവന്റെ മുഴുവൻ കയ്യിലാണ് നമ്മൾ ഓരോരുത്തരും. വെള്ളങ്ങൾ വീതി കടന്നു, വെള്ളങ്ങൾ വീതി കവിഞ്ഞു, പ്രാണനു വേണ്ടി ഞാൻ പിടഞ്ഞു, വാഗ്ദത്തനാളിനെ ഓർത്തു, ശാന്തത നൽകിയ ദൈവം. വെള്ളങ്ങൾ വീതി കവിഞ്ഞു,
പ്രതിസന്ധികൾ വന്നപ്പോൾ വാഗ്ദത്ത നാടിനെ ഓർത്തു ശാന്തത നൽകിയ ദൈവം. അതുകൊണ്ട് വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം, വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം. നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിന്റെ കരങ്ങളിലേക്ക്, നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ ലോത്തിനെ പോലെ, ലോത്തിനെ പോലെ ഞാൻ ഓടി ഈ ലോകത്തിന്റെ നന്മകളെ ലഭിക്കുവാൻ വേണ്ടി. ഞാൻ ലോത്തിനെ പോലെ ഈ ലോകത്തിന്റെ നന്മകൾ നൽകുവാൻ വേണ്ടി ഓടിയപ്പോൾ ഞാൻ നേടിയതെല്ലാം വ്യർത്ഥമെന്ന് പറയുന്നു. അപ്പ എന്റെ സമ്പാദ്യം സ്വർഗത്തിൽ കൂട്ടുവാൻ വേണ്ടി ലോത്തിനെ പോലെ ഞാനോ. എത്ര പേര് ഈ നിമിഷം തിരിച്ചറിയോ? ഈ ലോകത്തിൽ നേടുന്നതെല്ലാം വ്യർത്ഥം. സ്വന്തമായതെല്ലാം എന്റെ മരണത്തോളമുള്ളതെല്ലാം എന്നാൽ സ്വർഗത്തിലേക്ക് നിക്ഷേപിച്ചു വരുവാൻ. വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം, വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം. അവന്റെ കരങ്ങളിലാണ് നമ്മൾ. നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ സന്തോഷത്തോടെ, നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ ഞാനോടി നേടിയതെല്ലാമോ വ്യർത്ഥം. ഹല്ലേലൂയ പറഞ്ഞേ. ഒരു കൂടി ലോത്തിനെ പോലെ ഞാനോടി. നമ്മൾ അധ്വാനിക്കുന്നതും നമ്മൾ ഓടുന്നതുമെല്ലാം ഈ ലോകത്തിന് വേണ്ടിയാണെന്ന് ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം. എന്നാൽ ലോകത്തിന് വേണ്ടിയാണ് നമ്മൾ ഓടുന്നതെങ്കിൽ അതെല്ലാം വ്യർത്ഥമെന്ന് വചനം പറയുമ്പോൾ വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം, വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം. നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിന്നാസൻ. നിന്റെ കൈകളിലല്ലയോ. അതുകൊണ്ട് ഞാൻ യേശുവിൽ ചാരും, യേശുവിൽ ഞാൻ ചാരിടും, യേശുവിൽ ഞാൻ ചാരിടും. ആഴികളും തീരമാലകളും ആ തീരം നേരത്തും കൂടി പാടിയാട്ടെ. യേശുവിൽ ഞാൻ എന്തൊക്കെ പ്രതികൂലങ്ങൾ എന്റെ മുന്നിൽ വന്നാലും ഞാൻ കർത്താവിന്റെ മാറോട് പറ്റിയിരിക്കും. ആഴികളും തീരമാലകളും എന്റെ ജീവിതത്തിൽ ആളുകളും തിരമാലകളും വരുമ്പോൾ എന്റെ പടകൾ എന്റെ കർത്താവുണ്ട്. വല്ലഭനീ ശൈലം, എന്റെ കർത്താവ് മാത്രം. വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം. അവന്റെ കരങ്ങളിലാണ്. നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിന്നാസൻ. നിന്റെ കൈകളിലല്ലയോ നീ വെള്ളങ്ങളെന്നെ മൂടിയാലും വെള്ളങ്ങൾ കവിഞ്ഞു. കാളനു വേണ്ടി ഞാൻ പിടഞ്ഞു. വാഗ്ദത്ത നാടിനെ ഓർത്തു ശാന്തത നൽകിയ ദൈവം. വെള്ളങ്ങൾ കവിഞ്ഞു. കാളനു വേണ്ടി ഞാൻ പിടഞ്ഞു. വാഗ്ദത്ത നാടിനെ ഓർത്തു ശാന്തത നൽകി. അവിടെ ദൈവം. വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം, വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം. നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിന്നാസൻ. നിന്റെ കൈകളിലല്ലയോ
പേര് പറയും. അവന്റെ സ്നേഹം അറിഞ്ഞവർ പാടിയാട്ടെ. അവന്റെ ശോഭ നമ്മളെ വഴി നയിക്കും. അവന്റെ കരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഭൂമിയിലെ വാസം വല്ലഭൻ പണിയും തിരുവിതം അവന്റെ കരങ്ങൾ എത്ര പേരെ ഏൽപ്പിച്ചു കൊടുക്കാം. തിരുഹിതം പോലെ പണിയുവാൻ, നമ്മുടെ ഇഷ്ടത്തിലല്ല, നമ്മളെ അവന്റെ ഇഷ്ടം പോലെ പണിയുവാൻ അവന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. അവന്റെ ഇഷ്ടത്തിന് പണിയുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നിന്റെ കൈകളിലല്ലയോ അവന്റെ കരങ്ങളിലാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. എത്ര പേര് അവന്റെ കരങ്ങളിലാണ് ഇപ്പോ? ആമേൻ. എത്ര പേര് ഏൽപ്പിച്ചു കൊടുത്തു അവന്റെ കരങ്ങളിലേക്ക്? ഹല്ലേലൂയ. നമ്മളിപ്പോ പാടിയത് പോവില്ലേ, ഭൂമിയിലെ വാസം തീരും വരെയും വല്ലഭം പണിയും തിരുഹിതം പോലെ. ആമേൻ. ആമേൻ. പലപ്പോഴും നമ്മളാണ് നമ്മളെ തന്നെ പണിതുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്ലാൻ ചെയ്ത് ഞാൻ ഇന്നത് ചെയ്യും, ഇന്നതാകും എന്ന് പറഞ്ഞ് ഞാൻ പ്ലാൻ ചെയ്ത് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മളിപ്പോൾ പാടിയതുപോലെ പറയുകയാണ്, ഭൂമിയിലെ വാസം കർത്താവിടെ എന്നെ ഭൂമിയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭൂമിയിലെ വാസം തീരും വരെയും വല്ലഭൻ പണിയും തിരുഹിതം പോലെ. ആമേൻ. അവന്റെ ഹിതം പോലെ നമ്മളെ പണിയുവാൻ വേണ്ടി. ഹല്ലേലൂയ. നമ്മുടെ ഹിതമോ അല്ല. വചനം പറയുകയാണ്, വചനത്തിന്റെ സദൃശ്യവാക്യം 14:12 പറയുന്നു, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണ വഴികൾ അത്രേ. വചനം പറയുമ്പോൾ ചിലപ്പോൾ ചില വഴി മനുഷ്യന് ചൊവ്വായി തോന്നും. പല വഴികളും നമ്മളുടെ ചൊവ്വായി തോന്നുമ്പോൾ നമുക്കറിയില്ല അതിൻ്റെ അവസാനമോ മരണ വഴികളെന്ന്. എന്നാൽ ദൈവവചനം പറയുകയാണ്, 2 ശമൂവേൽ 22:31 പറയുന്നു, ദൈവത്തിൻ്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്. ആമേൻ. തികവുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല. ഹല്ലേലൂയ. ഊതിക്കഴിച്ചതെന്ന് പറഞ്ഞാൽ സ്വർണം പോലെ വചനം, അതിന് തുല്യമായി വേറെ ഒന്നുമില്ല. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി വായിക്കാം. ദൈവത്തിന്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയം തന്നെ. ആമേൻ. ഹല്ലേലൂയ. പലപ്പോഴും മനുഷ്യന്റെ വഴികളെല്ലാം തകർന്നടിയുമ്പോൾ അതിന്റെ അവസാനം മരണത്തിലേക്ക് പോകുമ്പോൾ, മരണം എന്നറിയാം നമുക്ക്, ആ പാപത്തിലേക്ക് പോകുമ്പോൾ. എന്നാൽ ദൈവവചനം പറയുകയാണ്, ദൈവത്തിന്റെ വഴി തികവുള്ളത്. ആമേൻ. അത് പൂർത്തീകരിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. എത്ര പേർക്കറിയാം? ഹല്ലേലൂയ. എന്നെ വിളിച്ചപ്പോൾ തന്നെ ഹല്ലേലൂയ, എന്നെ കണ്ടപ്പോൾ തന്നെ ഹല്ലേലൂയ, ആദ്യം തന്നെ അവസാനവും ഒരുക്കി വെച്ചിട്ടാണ് നമ്മളെ വിളിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. മറ്റൊരു ദൈവങ്ങൾക്കും ഹല്ലേലൂയ ഭാവിയെ പ്രവചിക്കാൻ പറ്റാതിരിക്കുമ്പോൾ ആമേൻ, എൻ്റെ ദൈവത്തിന് എൻ്റെ ഭാവിയെ അറിയാം, ഈ ലോകത്തിന്റെ ഭാവിയെ അറിയാം. ആമേൻ. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഏതൊരവസ്ഥയായാലും ഏതു പ്രശ്നങ്ങളായാലും, നമ്മൾ പാടിയതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ അനേക പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യകരമാകുന്നത് ആമേൻ ആ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. അല്ലാതെ പ്രശ്നങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോയത് കൊണ്ടല്ല. ആമേൻ. കർത്താവിനറിയാം. ഹല്ലേലൂയ. കർത്താവിന്റെ ഉദ്ദേശം എന്നെ നിത്യതയിൽ കാണുക എന്നുകൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. എൻ്റെ നിത്യതക്ക് ഭംഗമായി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെൻ്റെ കർത്താവ് തന്നിട്ടുള്ളതാണ്. ഹല്ലേലൂയ. അവനെ സ്നേഹിക്കുന്നവരെ ഹല്ലേലൂയ, അവൻ പേര് ചൊല്ലി വിളിച്ചവരെ അവനെ സ്വർഗത്തിൽ കാണണം. ക്രിസ്തുവിനെ പോലെ അനേകം മക്കളെ അവന് സ്വർഗത്തിൽ കാണണം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കരങ്ങളേക്ക് നമുക്ക് ഒരിക്കൽ കൂടി ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. യഹോവേ ഈരെ ദാതാവാം ദൈവം, റാഫ സൗഖ്യമാക്കുന്ന നമ്മുടെ കർത്താവ്, അശമ്മ നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. എലോഹീം അശാലോം എൻ്റെ സമാധാനം. ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇതേതൊരു അവസ്ഥ വന്നാലും നമ്മുടെ പിതാവാം ദൈവം, നമ്മുടെ അപ്പൻ നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ശിശുക്കളെ പോലെ ആവുന്നു എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ഞാൻ ഈ നിമിഷം അറിയുന്നു, ഞാൻ പിതാവിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, എനിക്ക് ഭാവിയെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. എൻ്റെ അപ്പനാണ് എന്നെ വഴി നടത്തുന്നതെങ്കിൽ ഞാൻ പൂർണ്ണമായി അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഈ നിമിഷം എന്റെ സൗഖ്യം വരുത്തുന്ന ദൈവം,
ദൈവസന്നിധിയിൽ പറയൂ, അപ്പൊ അങ്ങ് മാത്രം മതി. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി. സൃഷ്ടാവാം ദൈവം നിൻ വചനത്താലുളവായ ഒരു വാക്കിനാൽ സർവ്വമുളവാക്കിയ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതികൂലാവസ്ഥകളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഈ ഭൂലോകം, ഈ യൂണിവേഴ്സ് മുഴുവൻ ഒരു വാക്കിനാൽ ഉണ്ടാക്കിയ ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. ആ ദൈവത്തിന്റെ വലിപ്പം തിരിച്ചറിയുവാനുള്ള സമയമാണിത്. അമ്മ, ഞാൻ ആരാധിക്കുന്ന ദൈവം, ഹല്ലേലൂയ, എത്രമാത്രമുള്ളതാണെന്ന്. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവന്മാരുടെ ദേവനുമായ ദൈവത്തെ എല്ലാ കാര്യങ്ങളും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിയാട്ടെ. ദൈവത്തോട് പറഞ്ഞാട്ടെ. എത്ര പേരെ ഏൽപ്പിച്ചു കൊടുക്കും? അടിയനെ ഇതാ കർത്താവേ, അങ്ങ് മാത്രം മതി എന്റെ ജീവിതത്തിൽ. എന്നെ വഴി നടത്തുവാൻ മതിയായ ദൈവം അങ്ങ് മാത്രമാണ്. എന്റെ സകലതും അറിയാവുന്ന ദൈവം അങ്ങ് മാത്രമാണ്. എല്ലാ ഹൃദയങ്ങളും ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആ സ്വർഗ്ഗത്തിലേക്ക് കരങ്ങളെ നോക്കി അടിയനെ ഇതാ എന്ന മനോഭാവത്തോടു കൂടി അപ്പാ അവനറിയാം നമുക്ക് എന്തൊക്കെയാ വേണ്ടത്. എന്റെ ദാതാവാം ദൈവവും മാത്രമാണ്, സർവശക്തനായ ദൈവം. എന്നിട്ട് നമ്മൾ വ്യാകുലപ്പെട്ട ലോകത്തിൽ ഓടുമ്പോൾ എന്റെ സൗഖ്യദായകൻ, ആർക്കൊക്കെ സൗഖ്യം വേണമോ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. നമ്മൾ കൂടെ ഇരിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിന്റെ ശൂന്യതകൾ മാറിപ്പോകും. നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ശൂന്യതകൾ നമ്മളിൽ നിന്ന് മാറിപ്പോകും.
നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ സഭയായി കർത്താവേ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു അപ്പ. കർത്താവേ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിതരായി തീർന്നിട്ടില്ലല്ലോ കർത്താവേ. കർത്താവേ, ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഓരോ നിമിഷവും കർത്താവേ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ബലഹീനതയിലും ബലം പകരുന്ന അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങൾ പാടിയതുപോലെ കർത്താവ് ഞങ്ങൾക്ക് ഭാരം വരുമ്പോൾ, ഞങ്ങൾ ഈ ഉലക വെയിൽ കൊണ്ട് കർത്താവ് ഞങ്ങൾ വാടി വീഴുമ്പോൾ കർത്താവ് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ ചേർത്ത് നടത്തുന്ന അങ്ങയുടെ ആ വലിയ സാന്നിധ്യം, ഞങ്ങളുടെ കരം പിടിച്ച് കർത്താവെ ഞങ്ങളുടെ കൂടെ നടക്കുന്ന അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. അപ്പാ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ വരുമ്പോൾ ഹല്ലേലൂയ അമ്മ, ഞങ്ങൾ സകലത്തിലും മതിയാകുമെന്ന് ഞങ്ങൾ അറിയുന്നു അപ്പാ. ഞങ്ങൾ പാടിയതുപോലെ ഹല്ലേലൂയ അപ്പാ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളിപ്പോൾ ചോദിക്കുകയാണ് കർത്താവേ. അങ്ങയുടെ സമാധാനം ഞങ്ങളിപ്പോൾ ചോദിക്കുകയാണ് അപ്പാ. ഹല്ലേലൂയ അപ്പാ, ഞങ്ങളെ ശക്തരാക്കാൻ മതിയായ അങ്ങയുടെ ശക്തി ഞങ്ങൾ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങൾ ലോകത്തിൽ ഓടി ഹല്ലേലൂയ ആ ലോകത്തിനെ പോലെ ഓടി അവസാനം വീഴുമ്പോൾ അപ്പോഴാണ് ആ ദൈവത്തിലേക്ക് നോക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ മുമ്പേ പോയ വചനത്തെ ഞങ്ങൾ കാണിച്ചു തന്നു, അങ്ങ് വചനം കാണിച്ചു തന്നിരിക്കുന്നത് പോലെ സകലതും ഞങ്ങൾക്ക് ദൃഷ്ടാന്തമായി എഴുതി വെച്ചിരിക്കുമ്പോൾ ഞങ്ങളിപ്പോൾ അത് മനസ്സിലാക്കിയപ്പാ ആ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടുവാൻ വേണ്ടി ഓടുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഏതൊരു സന്ദർഭത്തിലും കർത്താവ് ഞങ്ങളെ താങ്ങുവാൻ മതിയായ ദൈവം ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് അറിയുമ്പോൾ ഹല്ലേലൂയ ആ ഒരു ശക്തി കർത്താവെ, ആ ഒരു സുബോധം ഞങ്ങളുടെ മേൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മുടിയനായ പുത്രൻ ആ പന്നിക്കുഴിയിലായിരുന്നപ്പോൾ സുബോധം അവന് വന്നപ്പോൾ ഹല്ലേലൂയ എൻ്റെ അപ്പൻ്റെ ഭവനത്തെ കുറിച്ച് ഓർത്തപ്പോൾ ഹല്ലേലൂയ അവന് സുബോധം വന്നപ്പോൾ അവൻ ഓർത്തു എന്ന് പറയുമ്പോൾ ആ ബുദ്ധി നിമിഷം ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സ്വർഗത്തിലേക്കുള്ളത് നോക്കുവാൻ വേണ്ടി ഹല്ലേലൂയ ഞങ്ങളുടെ ശൂന്യതയിൽ ഹല്ലേലൂയ ഞങ്ങൾ ലോകത്തിന് വേണ്ടി ഓടുമ്പോൾ അനേക ശൂന്യത ഉണ്ട്. എന്നാൽ അതെല്ലാം മാറ്റുവാൻ മതിയായ ദൈവം കാണാൻ ഞങ്ങൾ അറിയുന്നു അപ്പാ. ഹല്ലേലൂയ. ഞങ്ങൾ അധ്വാനിച്ചാൽ ഞങ്ങളുടെ ജീവിതം മുഴുവൻ നല്ല നിലമാക്കി ഞങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വീഴുമ്പോൾ അത് 100 മടങ്ങ് അധികം മേനിയായി വിളയുവാൻ തക്കവണ്ണം അനേകരിലേക്ക് അത് പകരുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ നല്ല നിലമായി പരിശുദ്ധാത്മാവ് ഈ നിമിഷം ഒരുക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളെ ചെവികൊള്ളണമേ ദൈവപിതാവേ. ആമേൻ. 2:11 മുതൽ. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞ് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിനെ അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. സകല മനുഷ്യ നിയമത്തിനും കർത്താവിൽ നിമിത്തം കീഴടങ്ങുവീൻ. ശ്രേഷ്ഠാധികാരിവെന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവർത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവർത്തിക്കാരുടെ മാനത്തിനുമായി അവനവൻ അയക്കപ്പെട്ടവരെന്ന് വെച്ച് നാടുവാഴികൾക്കും കീഴടങ്ങുവിൻ. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം.
എന്നുള്ളൊരു ദൈവേഷ്ടമാകുന്നു. സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിൻ്റെ ദാസന്മാരുമായി നടപ്പിൻ. എല്ലാവരെയും ബഹുമാനിപ്പിൻ, സഹോദരവർഗത്തെ സ്നേഹിപ്പിൻ, ദൈവത്തെ ഭയപ്പെടുവിൻ, രാജാവിനെ ബഹുമാനിപ്പിൻ. വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്കും നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിപ്പിൻ. ഓരോരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങളവൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം പരമേൽപ്പിക്കുകയത്രേ ചെയ്തത്. നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നിങ്ങൾ തെറ്റിയുള്ളുന്ന ആടുകളെപ്പോലെ ആയിരുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവനിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ആമേൻ. ഇവിടെ 21-ാം വാക്യം പറയുന്നു, അവൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. യേശുവാണ് നമുക്ക് മാതൃകയായിട്ടുള്ളത്, വേറെ ആരുമില്ല. ആ മാതൃകയിൽ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് പ്രവർത്തിക്കുവാനും തയ്യാറാണ്. 24-ാം വാക്യം പറയുന്നു, നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യവും വന്നിരിക്കുന്നു. യേശുവിൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിട്ടുണ്ട്. ഏത് രോഗവും ഏത് ശാപവും ഏത് പാവമാണെങ്കിൽ യേശുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം നമുക്ക് ഇന്നും സാധ്യമാണ്. നമ്മൾക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കർത്തൃ ശുശ്രൂഷയിലേക്ക് കിടക്കാം. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തം സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ആമേൻ. രണ്ടാം അധ്യായം 5-ാം വാക്യം വായിച്ചാട്ട്. എടുത്തില്ലേ? ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം 5-ാം വാക്യം. ഹഗ്ഗായി മതി.
സെഫനിയാവ് 3:15 കൂടെ. ആ മതി. ആ 2 ഭാഗം നിങ്ങൾ മാറ്റിക്കളയരുത്. അവിടുന്നാണ്, ആ 2 ഭാഗത്തു നിന്നാണ് ഇന്ന് ദൈവം എന്നെ ഏൽപ്പിച്ചത് സഭയ്ക്ക് തരുവാൻ. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതിൻ്റെ ശക്തിയെക്കുറിച്ചും ആണ് ഇന്ന് സംസാരിക്കുന്നതെന്ന്. എന്നാൽ ഇന്ന് രാവിലെയാ കർത്താവ് ദൂതങ്ങ് മാറ്റി. ദൈവ സഭയോടുള്ളതായ ദൈവിക ആലോചന അറിയിക്കാൻ ദൈവാത്മാവ് എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ ദൂതൊന്ന് മാറ്റി. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് അവസരം കിട്ടുമ്പോൾ ആ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കാം. ദൈവം പറയുന്നത് അനുസരിക്കുക എന്നാണ് എൻ്റെ ജോലി. ഇന്ന് ഇവിടെ ഉണ്ടായിരുന്ന പലരും ഇന്നലെ ഇല്ലായിരുന്നു. ഇന്നലെ വന്നവർക്കറിയാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപവാസ പ്രാർത്ഥന ദൈവം നൽകി തന്നു. ഉപവാസം നിർത്തരുത്. ദൈവത്തിന് വേണ്ടി ഇന്നലെ പകല് നമ്മൾ കേട്ടതൊക്കെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊള്ളുക. ദൈവം ഈ സഭയിൽ അത്ഭുതങ്ങൾ ചെയ്യും. ഇന്ന് രാവിലെ ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ഒരു സ്നാനം ഉണ്ടെന്ന് കേട്ടു. ഭയങ്കര സന്തോഷം തോന്നി. ദിവസവും നടക്കണം. ദൈവത്തിന് വല്ലതും കഴിയാതിരിക്കുമോ? ഇല്ല. നാം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും എല്ലാ ആഴ്ചകളിലും ഇവിടെ സ്നാനം നടക്കാൻ ഇടയായിത്തീരും. അതിന് നമ്മുടെ വലിയ കഴിവൊന്നും വേണ്ട. ദൈവം അങ്ങോട്ട് പ്രവർത്തിക്കും. ദൈവം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ആ കൂടെ അങ്ങ് നിന്നു കൊടുത്തേച്ചാൽ മതി. ഇന്ന് പകൽക്കാലം പല കാര്യങ്ങളും എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ട്. എവിടെ കൊണ്ടുവന്ന് നിർത്തണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. എങ്കിലും പരിശുദ്ധാത്മാവ് നൽകുന്നത് പോലെ നിങ്ങളുടെ മധ്യത്തിൽ ദൈവവചനത്തെ ശുശ്രൂഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം വായിച്ചതായ വാക്യത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിൻ്റെ വചനം ഓർത്തുകൊള്ളണം. നിയമത്തിൻ്റെ വചനം ഓർക്കണം. ഇവിടെ നമ്മുടെ കുഞ്ഞു സഹോദരിമാര് പാട്ട് പാടിയപ്പോൾ മോളിവിടെ ഒരു വാക്യം പറഞ്ഞു. യെശയ്യാ 41:10 എളുപ്പം അതൊന്ന് വായിച്ചു. അതിനകത്തുനിന്നൊരു പദം എടുക്കാനാ. അടുത്തത് അതാണ് എൻ്റെ നീതിയുള്ള വലങ്കരം. നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ തങ്ങും. എനിക്ക് ആ മേളിലോട്ടുള്ള ഭാഗങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ധൈര്യം തരുന്നതാ. കർത്താവ് പറയുക, നീ ഭയപ്പെടണ്ട. അല്ലേ? കർത്താവ് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തിനാ പിന്നെ ഭയം? എന്തിനാ? ഞാൻ കർത്താവിൻ്റെ ഒരു എളിയദാസൻ, ഒരു ഉദ്ദേശിയ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു പവറും ഇല്ല, അതിനൊരു വിലയില്ല. പക്ഷെ ഇവിടെ പറഞ്ഞതാരാ? ദൈവമാണ്. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഇന്നലെ എൻ്റെ ഒരുപാട് അനുഭവങ്ങളും എൻ്റെ സാക്ഷ്യത്തിൽ കൂടെ ഇങ്ങനെ കടന്നുപോയി. അതൊന്നും ഇന്ന് റിപ്പീറ്റ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നലെ വരാത്തവർ
ഇന്നലെ വന്നവരോട് ചോദിച്ചൊക്കെ മനസ്സിലാക്കിക്കോ ഈ ഉപദേശത്തെക്കുറിച്ചുള്ള ഇന്നലെ എന്തുവാ കേട്ടതൊക്കെയാണ്. എൻ്റെ നീതിയുള്ള കരം. അപ്പൊ നീതിയുള്ള കരം നീട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ നീതി വേണം. നീതി പ്രവർത്തിക്കാത്തവനെ നീതിയുള്ള കരം നീട്ടത്തില്ല. അപ്പൊ ഈ പ്രവാചകനോട് ദൈവം പറഞ്ഞത്, ഭയപ്പെടേണ്ട, നീ എൻ്റെ സന്നിധിയിൽ നീതിയുള്ളവനാണ്, ഞാനത് കണ്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മുടെ മോള് ആ കാര്യത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിലും അതെൻ്റെ ഹൃദയത്തിൽ നന്നായി ഒന്ന് ടച്ച് ചെയ്തു. നീതിയുള്ളവൻ്റെ മേൽ മാത്രമേ നീതിയുള്ള കരം വെളിപ്പെടത്തുള്ളൂ. പ്രാരംഭത്തിൽ തന്നെ സഭയോട് ഞാൻ പറയട്ടെ, നമ്മൾ നീതി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന, എൻ്റെയും നിങ്ങളുടെയും ആഗ്രഹം, എൻ്റെയും നിങ്ങളുടെയും പ്രവർത്തി ദൈവം പ്രസാദിക്കും. ദൈവം നമുക്ക് ആത്മാക്കളെ തരും. എല്ലാ ആഴ്ചകളിലും സ്നാനം നടക്കുവാൻ ദൈവം ഈ സഭയെ ഇടയാക്കട്ടെ. ആ ഭാഗത്തെ വിട്ടിട്ട് അടുത്ത അഞ്ചാം വാക്യത്തിലേക്ക് ഒന്നുകൂടെ വായിച്ചാട്ടെ. പുറപ്പെട്ടപ്പോൾ നിയമത്തിന്റെ വചനം, നിയമത്തിന്റെ വചനം, ഇത് നിയമം ചെയ്ത വചനമാണ്. ഞാൻ നിങ്ങളോടൊരു നിയമം ചെയ്തു വചനത്തിൽ കൂടെ. ആ വചനം എന്ത് ചെയ്യണം? നിങ്ങൾ എപ്പോഴും ഓർത്തോണം. ഇന്ന് ഈ പകൽക്കാലം ഞാൻ പറഞ്ഞല്ലോ സഭയോടുള്ള ദൂത പറയുന്നെന്നുള്ളത്. ഈ പറയുന്ന വചനം എൻ്റെ അല്ല. ഞാനിന്ന് എൻ്റെ യുക്തിക്കും എൻ്റെ ബുദ്ധിക്കും പ്രസംഗിക്കുകയാണെങ്കിൽ ഇന്നലെ പറഞ്ഞ വിഷയമേ പ്രസംഗിക്കത്തുള്ളൂ. എന്നാൽ ഇന്ന് ഇത് ദൈവാത്മാവ് തന്നതായതുകൊണ്ട് സഭയെ അറിയിക്കേണ്ട ദൗത്യം എനിക്കുണ്ടതുകൊണ്ടും ഞാനിത് വിഷയം മാറ്റിയതാണ്. നിയമത്തിൻ്റെ വചനം ദൈവം തന്നത് ഓർത്തോണം. തുടർന്ന് നൽകാൻ പോകുന്നതെല്ലാം ഓർത്ത് ദൈവസന്നിധിയിൽ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് അത് ഏറ്റെടുത്തോണം. നിയമത്തിൻ്റെ വചനം എപ്പോഴും ഓർത്തോണം. കർത്താവ് തരുന്ന വചനം എപ്പോഴും ഓർത്തോണം. പക്ഷേ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്ന് ഇന്നലെ നമ്മൾ കേട്ടതാ. നമുക്ക് പലതും അസാധ്യമായി തോന്നും, എന്നാൽ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. നിന്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ ദുർഘടങ്ങളെയും അകറ്റുവാൻ, അത് ഏത് വലിയ ശക്തിയാണെങ്കിലും അത് അകറ്റുവാൻ ദൈവത്തിനറിയാം. കർത്താവിൻ്റെ ദാസനോട് ഒരു വേദഭാഗം കൂടെ ഇടപെടുന്നു. ഈ വേദഭാഗം ഇടപെടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ ശക്തി. മനുഷ്യൻ്റെ വാക്കുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എല്ലൊക്കെ ഒന്ന് മാറും, കാരണം മനുഷ്യനാണ്. എന്നാൽ ദൈവവചനത്തിൽ കൂടെ ദൂത് പറയുമ്പോൾ അതിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല. അത് അതുപോലെ വിശ്വസിക്കുമെങ്കിൽ അതുപോലെ അത് സംഭവിച്ചിരിക്കും. ഹഗായി പ്രവചനം അതിന് 2-ാം അധ്യായം ഒടുവിലത്തെ വാക്യം ഒന്ന് വായിച്ച 23. എന്റെ ദാസനായ മകനായ സെരുബാബേലേ, കണ്ടോ, നിങ്ങളുടെ പാസ്റ്ററെ കുറിച്ച് ദൈവാത്മാവ് തരുന്ന ദൂതാണ്. ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കും. ഹല്ലേലൂയ. ജീജി തക്കടത്തിന്റെ വാക്കല്ലത്, കർത്താവ് നൽകിയതാണ്. ആ വചനത്തിന്റെ ശക്തി എത്രമാത്രം ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം സഭ അറിഞ്ഞോണം.
ഈ മുദ്ര മോതിരമാക്കുമെന്ന് പറഞ്ഞാൽ ഈ മോതിരത്തിന് ശക്തിയുണ്ട്. എന്താ മോതിരം? രാജാവിൻ്റെ കയ്യിൽ ഒരു മോതിരം കിടപ്പുണ്ട്. നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ അറിയാം. ആ മോതിരം കൊണ്ട് ഒരു സീൽ വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു മാറ്റം വരുത്താനൊക്കത്തില്ല. രാജാവിന് പോലും, കുത്തിയ രാജാവിന് പോലും അത് മാറ്റം വരുത്താനൊക്കത്തില്ലെങ്കിൽ, ഇന്ന് പകൽക്കാലം കേട്ടോ ദൂതന്റെ ശക്തി എത്രമാത്രം ഉണ്ടെന്ന് കേട്ടോ. കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നെ എടുത്ത് എന്റെ മോതിരമാക്കും. വേറൊരിടത്ത് ആരുടെയുമല്ല, എന്റെ എന്ന് പറഞ്ഞാൽ ദൈവത്തോളം ശക്തിയുണ്ട് ആ മോതിരത്തിന്. ദൈവം ഈ ദിവസങ്ങളിൽ ഈ പട്ടണത്തിൽ അനേക ഭവനങ്ങൾ തുറന്നു തരത്തക്കവണ്ണം, അനേക ഭവനങ്ങളിലേക്ക് ഈ ശക്തിയുമായി പോകുവാൻ തക്കവണ്ണം ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. സ്തോത്രം. യോശുവ 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം കൂടെ കർത്താവിന്റെ ദാസനോടുള്ള ബന്ധത്തിൽ വായിച്ചു. എളുപ്പം നിന്ന് വായിച്ചു. 1:7. ആ ആ നല്ല ഉറപ്പും, കേട്ട വചനത്തിൽ നല്ല ഉറപ്പും ധൈര്യവും മാത്രമിരിക്കുക. ഹല്ലേലൂയ. നല്ല ഉറപ്പോടുകൂടെ ധൈര്യത്തോടുകൂടെ മുന്നോട്ട് പൊക്കോ. ദൈവം കൂടെ ഉണ്ട്. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ ഭവനത്തിൽ കയറുമ്പോൾ, ഏത് പൈശാചിക ബന്ധനം ഉള്ള ഭവനമാണെങ്കിലും അവിടെ കാല് ചവിട്ടുമ്പോൾ പിശാച് വിറയ്ക്കാനിടയായിത്തീരും. ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള യോഗങ്ങളിലൊക്കെ പുറകിൽ നിന്ന് പിശാച് വന്ന് കാൽക്കൽ തൊട്ട് അവിടെ വീണ് പിശാച് പോയിട്ടുണ്ട്. പണ്ടത്തെ പോലെ ഇറക്കി വിടാനായിട്ട് നീ എവിടുന്ന് വരുന്നു, ഇറങ്ങി പോ എന്നൊക്കെ ഒന്നും പറയണ്ട. നീ നിൽക്കുന്ന ഇടത്ത് നിന്നാ മതി. നീ ചവിട്ടുന്ന ഇടത്ത് ദൈവശക്തി വെളിപ്പെടും. അവിടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ഇന്നലെ നമ്മൾ കേട്ടു, നീ പോകുന്നിടത്ത് ഞാനുണ്ട്, കൂടുണ്ട്. നിനക്ക് മുൻപായി ഞാനുണ്ട്. നീ ഇരിക്കുന്നിടത്ത് ഞാനുണ്ട്. നിന്റെ കരത്തിൽ ഞാൻ പിടിച്ചിട്ടുണ്ട്. സ്തോത്രം. കർത്താവ് കരത്തിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണേലും പ്രാർത്ഥിച്ചോണം, അത് വിശ്വസിച്ചോണം. നമ്മളല്ല സൗഖ്യദായകൻ, കർത്താവാ. ആരെ? നമ്മുടെ കരത്തിൽ പിടിച്ചവൻ. നമ്മുടെ കരമല്ല തൊടുന്നത്. ഇന്നലെ പകല് ഇവിടെ അനേകർ കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ഒരൊറ്റ കുഞ്ഞുങ്ങളെയും ഞാൻ എൻ്റെ കരം തൊട്ടതായി, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായി ഞാൻ അഭിമാനിക്കത്തില്ല. കാരണം എന്നോട് കർത്താവ് പറഞ്ഞു, നിന്റെ കരത്തിൽ ഞാൻ പിടിച്ചിട്ടുണ്ട്, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കരമാണ് അവരുടെ മേൽ വെച്ചത്. ദൈവമാണ്, ദൈവത്തിൻ്റെ പവർ അവരുടെ മേൽ ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. ആ ധൈര്യത്തോടെ മുന്നോട്ട് പോകുമെങ്കിൽ സഭയെ ദൈവം ഉയർത്താൻ പോവുകയാണ്. സഭ ഒറ്റക്കെട്ടായിരിക്കണം. ദൈവദാസനോട് കൂടെ നിന്ന് പ്രവർത്തിക്കണം. ഞാൻ ഒരുപാട് വിടുതലുകൾ കണ്ടിട്ടുണ്ട്, ദൈവപ്രവർത്തികൾ കണ്ടിട്ടുണ്ട് എൻ്റെ ഈ നേത്രങ്ങളാൽ. ഇതെല്ലാം കാരണം എന്നോടുകൂടെ ഒരു കൂട്ടം ദൈവദാസന്മാരെയും ദൈവമക്കളെയും ദൈവത്തെ സ്നേഹിക്കുവാൻ ദൈവം തന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഇത് കർത്താവ് തന്നതാ. ഈ സഭയെ ദൈവം ഈ പട്ടണത്തിൽ, എറണാകുളം പട്ടണത്തിൽ ദൈവം ഉയർത്താൻ പോവുകയാണ്. സ്തോത്രം. വായിച്ചാൽ നീതിയുള്ള വചനം.
വായിച്ചോ വായിച്ചോ, 5-ാം വാക്യം. ആ നിങ്ങളുടെ ഇടയിൽ കണ്ടോ കണ്ടോ കണ്ടോ, നിങ്ങളുടെ ഇടയിൽ എൻ്റെ ആത്മാവുണ്ട്. സ്തോത്രം. എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. അപ്പം പ്രവർത്തിക്കുന്നത് ആരാ? ദൈവത്തിൻ്റെ ആത്മാവാണ്. ഈ ആത്മാവിൻ്റെ ശക്തി എന്തുവാ? നമ്മുടെ ഇടയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടല്ലോ, വിശ്വസിക്കാവോ? ഉണ്ട്. ഇന്നലെ വന്നവർക്കറിയാം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി. ഇവിടെ പാട്ട് പാടിയപ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ ഇവിടുന്ന് ഒരു ഫ്ലോ ആയിരുന്നു. എനിക്കത് ഇവിടെ ഇരുന്ന് അനുഭവിച്ചറിയാൻ പറ്റി. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിലുണ്ട്. ദാസൻ ഒടുവിൽ പറഞ്ഞു, ഇത് അവസാനം, ഇത് ഉപവാസം തീരുകയല്ല, ഇതൊരു തുടക്കം മാത്രമാണെന്ന്. ആ തുടക്കമാണെങ്കിൽ ഇനി അങ്ങോട്ട് ദൈവപ്രവൃത്തിയുടെ ദിനങ്ങളായി തീരാൻ പോവുകയാണ്. സ്തോത്രം. അപ്പൊ ഈ ആത്മാവ് ഇവിടെ ഉണ്ടെങ്കിൽ ഈ ആത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മളൊന്നറിയാം. ഞാനത് ഇന്ന് അത് പ്രസംഗിക്കാനാണ് ഈ അത്യന്ത ശക്തിയെ കൊരിന്ത്യ ലേഖനത്തിൽ നിന്നും എഫെസ്യ ലേഖനത്തിൽ നിന്നൊക്കെ ഇത് വായിച്ച് സൂക്ഷിക്കാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഇപ്പം ഈ ഇത് കയറി വന്നതുകൊണ്ട് മറ്റൊരു ഭാഗം എളുപ്പം നിന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. റോമാലേഖനം 8:11 വായിച്ചേ. റോമാലേഖനം 8:11. നിൽക്കണേ സിസ്റ്ററെ, ഒരു മിനിറ്റ് ഒന്ന് നിന്ന് വായിക്കാച്ചെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാകുകയുള്ളൂ. യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. ദൈവസഭയോട് പറയുക, യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. ഉയർപ്പിച്ചവൻ ആരാ? പിതാവായ ദൈവം. ആ പിതാവായ ദൈവത്തിന്റെ ആത്മാവ്, അതാണ് ദൈവസഭയുടെ മധ്യത്തിലുണ്ടെന്ന് പറഞ്ഞത്. സ്തോത്രം. ഇന്നലെ നമ്മൾ അനേക ഇടത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ചും മനുഷ്യൻ ചെയ്തതായ പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെട്ടതും ഒക്കെ നമ്മൾ ഇന്നലെ കേട്ടു. പത്രോസിന് ചെയ്യാമെങ്കിൽ, പത്രോസ് ആരാ? ഒരു മുക്കവനെ ദൈവത്തിന് ഉപയോഗിക്കാമെങ്കിൽ, പാസ്റ്ററെ എനിക്കും നിങ്ങൾക്കും എത്രയധികം പ്രൈസ് ദി ലോർഡ് ബുദ്ധിയും ജ്ഞാനവും വിവേകവും പരിജ്ഞാനവും ഒക്കെ ലോകപ്രകാരം അല്പമെങ്കിലും ഉള്ള നമുക്ക് എത്ര അധികം ചെയ്യാൻ പറ്റും. സ്തോത്രം. മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. നമ്മൾ കണ്ട അവിടെ അത്ഭുതം നടന്നു. കർത്താവ് വിശുദ്ധന്മാരുടെ ഇടയിൽ പക്ഷപാതം പിടിച്ച് കിടന്നതായ ഐറേനിയസിനെ കണ്ടുകൊണ്ട് പത്രോസ് എന്തോ പറഞ്ഞത്? യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു. സ്തോത്രം. യേശു ക്രിസ്തുവിന് കഴിയാത്തതൊന്നുമില്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഇടയിൽ ഇരിക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മളിൽ ഇരിക്കുന്നെന്നാ. ഈ ഹോളിനകത്ത് ദൈവാത്മാവ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിലും നിങ്ങളിലും അതുണ്ടെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കൂടി വരുന്നത് കൊണ്ടാ പരിശുദ്ധാത്മാവ് ഈ ഹോളിനുള്ളിലുള്ളത്. നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോ ഈ ആത്മാവ് എന്താ ഇല്ലാത്തത്? ആരും പിണങ്ങരുത്. വീട്ടിൽ ചെന്നാലും ഈ ആത്മാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ ആ അന്തരീക്ഷം കാണും. എന്നാൽ പലപ്പോഴും വീട്ടിൽ ചെല്ലുമ്പം അന്തരീക്ഷം ഇല്ലാത്തത് നിന്റെ ഉള്ളിൽ ആ ആത്മാവില്ലാത്തത് കൊണ്ടാ. നല്ല ചിലതൊക്കെ പറഞ്ഞു. ആ ഭാഗത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഒരു വാക്ക് പറയട്ടെ.
കുടുംബത്തിൽ അന്തരീക്ഷം കെടുത്തിക്കളയുവാൻ നോക്കിയിരിക്കുന്ന പിശാചുണ്ട്. ആ പിശാചിൻ്റെ നടുവിൽ, പിശാചിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യണം? വിവേകത്തോടെ. പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളൊക്കെ ഞങ്ങൾ കല്യാണം നടത്തുമ്പം സഹോദരിമാരോട് പ്രത്യേകിച്ച് പറയുന്ന ഒരു പദം അവിടെ പറയുന്നുണ്ട്. തീത്തോസിന്റെ ലേഖനത്തിലൊക്കെയും അത് എടുത്തു പറയുന്നുണ്ട്. 2-ാം അധ്യായം 5-ാം വാക്യമൊക്കെ വായിക്കുന്നില്ല, ഞാൻ പറഞ്ഞങ്ങ് വിടാം. സഹോദരിമാരോട് പറയുന്നുണ്ട്. എന്തുവാ? 5 വായിച്ചു, 2:5. ആ ആ അതിന്റെ മേളിലൊരു വാക്യമുണ്ട് മോളെ, അതൊന്ന് വായിച്ചേ. ആ ആ 4 മുതൽ വായിച്ചു. 4 മുതൽ 2:4 മുതൽ. ആ ആ മതി അവിടെ കിട്ടിക്കഴിഞ്ഞു. എന്തുവാ പറഞ്ഞത്? സുബോധം. ഭർതൃപ്രിയരായിരിക്കണം ഭാര്യമാര്. മാത്രമല്ല ഭർത്താവിനെ അനുസരിക്കുന്നവരും കീഴ്പ്പെടുന്നവരുമായിരിക്കണം. ഈ ഉപദേശം എന്തോ പറയുന്നത്, ഇന്ന് കല്യാണം വല്ലതും നടത്താൻ പോവാന്നോ എന്ന് ചിന്തിക്കരുതേ. നമ്മുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി, അനുഗ്രഹം കെടുത്തിക്കളയുവാൻ പിശാച് വട്ടമിട്ട് നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, സഹോദരിമാരെന്ത് ചെയ്യണം? സുബോധമുള്ളവരായിരിക്കണം. സുബോധമുണ്ടായിരിക്കണം. എൻ്റെ ഭർത്താവ് എൻ്റെ തലയാണ്. ഇനി ഭർത്താവ് എന്ത് ചെയ്യണമെന്നറിയാവോ? ഞാൻ തലയൊക്കെയാ, എൻ്റെ കുടുംബത്തിൻ്റെ തലയാ, എൻ്റെ ഭാര്യയുടെ തലയാ ഒക്കെ ഇതായിരിക്കണം. ഈ എൻ്റെ തല വേറൊരാളെന്നവരോട് ചിന്തിക്കണം. ഞാൻ തലയില്ലാത്ത ഒരാളാണ്. എൻ്റെ തല ആരാ? ദൈവം, യേശുവാണ്. അതുകൂടെ ഒന്ന് ഓർത്തോണം. ആ പുള്ളിക്കാരനെ കുറിച്ച് പത്രോസ് പറയുന്നുണ്ട്, പരിജ്ഞാനത്തോടെ. അപ്പൊ സുബോധത്തോടെ ഭാര്യയും പരിജ്ഞാനത്തോടെ ഭർത്താവും ഒരു വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ആ വീട് ഐശ്വര്യമുള്ള വീടാണ്. അവിടെയാണ് ആത്മാവ് വസിക്കുന്നത്. കാര്യം മനസ്സിലായല്ലോ? ആ ഭാഗത്തോടെ അങ്ങ് പോട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് സഭയിലുണ്ട്. ഈ സഭയുടെ നടുവിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം ആ ആത്മാവിനാൽ നിറയപ്പെട്ട് ജീവിക്കണം. ഈ ആത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് അടുത്ത ഭാഗം പറയുന്നുണ്ട്. യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. കണ്ടോ? മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള ശക്തിയുള്ള ആത്മാവാണ് ദൈവസഭയിൽ ദൈവം തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പാപിയായ മനുഷ്യൻ വന്നാൽ അവൻ മാനസാന്തരപ്പെടുവാനിടയായിത്തീരും. ഒരു രോഗി കടന്നു വന്നാൽ അവൻ വിടുതൽ പ്രാപിക്കുവാനിടയായിത്തീരും. ഇന്നലെ നമ്മൾ കേട്ടു, ക്യാൻസർ രോഗിയെ സൗഖ്യമാക്കുന്ന ദൈവം, ഹാർട്ട് അറ്റാക്കിനെ സൗഖ്യമാക്കുന്ന ദൈവം. എത്ര ബ്ലോക്ക് ഉണ്ടെങ്കിലും അതിൽ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഞ്ചരിക്കുമ്പോൾ ആ ബ്ലോക്ക് മാറി ഫ്ലോ ആയിട്ട് രക്തം പമ്പ് ചെയ്തു പോകുവാൻ ഇടയായിത്തീരും. അതാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി. ഈ ആത്മാവാണ് ദൈവസഭയ്ക്ക് ദൈവം തന്നിരിക്കുന്നത്. എൻ്റെ ആത്മാവ് നിങ്ങളോട് കൂടെ ഇരിക്കും. വായിച്ചാട്ട്, അടുത്തത് വായിച്ചാട്ട്. എളുപ്പം.
2:6-7 വായിച്ചാട്ടെ. ആ വായിച്ചോ. ആ, ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കും. ഈ ആലയം ഏതാ? നമുക്കൊരു പേരുണ്ട്, ന്യൂ ലൈഫ് ഫെലോഷിപ്പ്. ന്യൂ ലൈഫ് ഫെലോഷിപ്പ് നമ്മളൊരു ടെമ്പററി ഒരു പേരിട്ടേക്കുന്നത് മാത്രമേ ഉള്ളൂ. അതങ്ങ് കിടന്നോട്ടെ, അത് മാറ്റുമൊന്നും വേണ്ട. പക്ഷെ ന്യൂ ലൈഫ് ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഈ ആലയം ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ ഇവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം. എങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇവിടെ വസിക്കുമെങ്കിൽ, ഇവിടെ രോഗികൾ സൗഖ്യമാകണം, പാപികൾ മാനസാന്തരപ്പെടണം, പിന്മാറ്റക്കാർ വന്നാൽ യഥാസ്ഥാനപ്പെടണം. ഇതെല്ലാം സംഭവിക്കും നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. ഉപവാസ പ്രാർത്ഥന നിർത്തണ്ട, കണ്ടിന്യൂ ചെയ്തു. ഈ വർഷം ഇനിയും ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസം കൂടെ ഉണ്ട്. എഴുതി വെച്ചു. നിങ്ങൾ ഉപവാസം നിർത്താതെ കുറഞ്ഞത് ഒരു 3 മാസം 3 ദിവസം ഓരോ മാസവും ഉപവസിച്ച് പ്രാർത്ഥിയെ. ഡിസംബർ 31 മുമ്പ് ചില കുടുംബങ്ങൾ ദൈവസഭയിൽ അംഗങ്ങളായി തീരുവാനിടയായിത്തീരും. ദൈവം കൂട്ടി വരുത്തുമെന്ന്. ഇന്നൊരു പുതിയ കുടുംബത്തെ കൊണ്ടുവന്നില്ല. നമ്മൾ ആരെങ്കിലും പോയി വിളിച്ചോണ്ട് വന്നാന്നോ? അല്ലല്ലോ. ദൈവം കൊണ്ടുവരും. അനേകരെ ദൈവം കൊണ്ടുവരും. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ ഇവിടെ യോഗം തീരുന്നതിന് മുമ്പ് ഒരു രണ്ട് പേരിവിടെ കടന്നു വരും. എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അവർ വരുവാണെന്നെങ്കിൽ അവരെക്കുറിച്ച് ഞാൻ അവരെ കൂടി ഇരുത്തിക്കൊണ്ട് ഞാൻ സാക്ഷ്യം പറയാം. അതെൻ്റെ സിസ്റ്ററും അളീനുമാണ്. അവരല്ല, വേറെ ഒരു കുടുംബമാണ്. അവർ വരും. ദൈവമക്കളെ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരുപാട് ദൈവപ്രവൃത്തി കണ്ടിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തോടെ അനുഭവത്തോടുകൂടെ നിങ്ങളോട് പറയുന്നത്. ദൈവത്തിൻ്റെ സഭയെ, ഈ ആലയത്തെ ദൈവം പണിയാൻ പോവുക. ദൈവത്തിൻ്റെതാ സഭ. ഇജിത്തെ കടത്തിൻ്റെ അല്ല, ഇവിടുത്തെ പാസ്റ്ററുടെ അല്ല, ആരുടെയുമല്ല, ലോകത്തിൽ ആരുടെയുമല്ല. സഭ ആരുടേതാ? ദൈവത്തിൻ്റെതാ. ആ ആലയത്തെ ദൈവം പണിയുമെന്ന് പറഞ്ഞാൽ ദൈവം പണിയും. നമ്മളൊരു ഉപകരണമായി അങ്ങ് നിന്നു കൊടുത്താൽ മതി. നെഹമ്യാവ് മതിൽപ്പണി തീർക്കാനായിട്ടാണ് വന്നത്. നെഹമ്യാവിന് അതിൻ്റെ ആവശ്യമുണ്ടോ? നെഹമ്യാവ് എവിടെ ഇരിക്കുക? കൊട്ടാരത്തിലിരിക്കുക, രാജകൊട്ടാരത്തിൽ. അവൻ്റെ ജോലി എന്തുവാ? ഇന്നത്തെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മന്ത്രിയാ. ശമ്പളം, നല്ല ശമ്പളമുണ്ട്. രാജാവിന് പാനവാഹക്കാരനായിട്ട്, രാജാവിൻ്റെ വിശ്വസ്തനായിട്ട് നിൽക്കുക. എനിക്ക് അവിടെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലാത്ത കൊണ്ട് പോവുക. ഞാൻ രാജാവിൻ്റെ പാനവാഹക്കാരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസ്തരെ ഏൽപ്പിക്കത്തുള്ളൂ. അങ്ങനെയുള്ളതായ നെഹമ്യാവിനെ ദൈവം അവൻ്റെ മനസ്സ് കണ്ടു. എങ്ങനെയാ കണ്ടത്? ഒരു വാർത്ത അവൻ കേട്ടു. യെരൂശലേമിൻ്റെ മതില് ഇടിഞ്ഞു കിടക്കുന്നു, തീ വെച്ച് വെന്ത് ചുട്ടിരിക്കുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ നെഹമ്യാവ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ കൊട്ടാരത്തിലാണ്, എനിക്ക് നല്ല ശമ്പളമുണ്ട് എന്നാണോ വിചാരിച്ചത്? കുത്തിയിരുന്നു, കരഞ്ഞു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. എന്നിട്ടൊരു പദം പറയുന്നുണ്ട്,
മഹാനും ഭയങ്കരനുമായ യഹോവേ. സ്തോത്രം. അവന്റെ വിശ്വാസം കണ്ടോ? ഭയങ്കരനായ യഹോവേ. വേറെ ഒന്നും പറയണ്ട. കർത്താവിന് മനസ്സിലായി ഇവൻ എന്തിനാ എന്നെ വിളിച്ചെന്നുള്ളത്. ആ പണിക്കാ, ആ പണിയെ ഓർത്താണ് ഇവൻ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചത്, ഇവൻ കരഞ്ഞത്, ഉപവസിച്ചത്. അത് കർത്താവ് കണ്ടു. അവനോട് ഞാൻ എൻ്റെ ഭാവനയിൽ പറയുക, നെഹമ്യാവേ, നിന്നെ തന്നെ ഞാൻ ഉപയോഗിക്കാൻ പോവാ. കരഞ്ഞോ പാസ്റ്ററെ? പ്രാർത്ഥിച്ചു. കർത്താവ് ഉപയോഗിക്കാൻ പോവുക. ഹല്ലേലൂയ. ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിവുള്ള ദൈവമാ. കർത്താവ് നേരിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഇതൊന്നും ചെയ്യത്തില്ല, പക്ഷെ നമ്മിൽ കൂടെയാ. അത് നമ്മുടെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. നിനക്ക് മുമ്പായി നടക്കുന്നുണ്ട്, നിന്നോട് കൂടെ ഇരിക്കുന്നുണ്ട്. ആ ബോധം നിനക്കുണ്ടെങ്കിൽ നിന്നിൽ കൂടെ ദൈവം പ്രവർത്തിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. വായിച്ചാട്ടെ, അടുത്ത വായിച്ചാട്ടെ, 7-ാം വാക്യം. എൻ്റെ തൊട്ട് മുമ്പിൽ ഒരു കാര്യമുണ്ട്. ഇളക്കും. സ്തോത്രം. ഇന്നലെ രാവിലെ കർത്താവിൻ്റെ ദാസൻ ഇവിടെ ഓർപ്പിച്ചു, അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെയും നമ്മൾ അന്ത്യകാലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് കർത്താവ് ഭൂമിയെ ഇളക്കാൻ പോവുകയാണ്. ഭൂമണ്ഡലത്തെ സന്ദർശിക്കാൻ പോവുക. വലിയ കാറ്റടിപ്പിക്കാൻ പോവുകയാണ്. അവിടെയാണ് ദൈവപ്രവൃത്തി ദൈവം ചെയ്യാൻ പോകുന്നത്, വെളിപ്പെടുത്താൻ പോകുന്നത്. സ്തോത്രം. സകലത്തിൻ്റെയും മനോഹര വസ്തു വെളിപ്പെടാൻ പോവുകയാണ്. ദൈവമക്കളെ, ഇനിയും നമ്മുടെ ആയുസിൻ്റെ അത്രയും കൂടെ ഈ ലോകത്തിൽ ജീവിക്കാമെന്നൊന്നും നമ്മൾ മനക്കോട്ട കെട്ടണ്ട. നമ്മുടെ കർത്താവ് വരാറായി. എല്ലാ ലക്ഷണങ്ങളും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനോഹര വസ്തുവായ നമ്മുടെ കർത്താവ്, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ വരാൻ നേരമായി. സ്തോത്രം. അടുത്തത് വായിച്ചാട്ടെ, എളുപ്പം വായിച്ചു വിട്ടേ. അടുത്തത് കണ്ടോ? ആലയത്തിന്റെ പിന്നത്തെ മഹത്വം പണ്ടത്തേതിലും അധികമായിരിക്കും. ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുന്നവരെ കർത്താവ് കൊണ്ടുപോകാൻ പോകുകയാണ്. പിന്നത്തേതിൽ പണ്ടത്തെക്കാട്ടിലും മനോഹര വസ്തുവാക്കി ആലയത്തെ ദൈവം തീർക്കുമെങ്കിൽ ദൈവം പറഞ്ഞത് അതുപോലെ സംഭവിക്കും. സ്തോത്രം. എളുപ്പം വായിച്ചു വിട്ടു. ദൈവസഭയ്ക്ക് സമാധാനം ദൈവം നൽകി തരും. ദൈവസഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. നിങ്ങൾ എളുപ്പം വേണമെങ്കിൽ ഒന്ന് അപ്പോസ്തല പ്രവൃത്തി 30-ാം വാക്യം ഒന്ന് വായിച്ചോ. 9:30. എളുപ്പം 30-31 വായിച്ചു. സഭയ്ക്ക് എന്തുണ്ടായി? സമാധാനമുണ്ടായി. ദൈവദാസന്മാരുടെ ശുശ്രൂഷകളാൽ ദൈവസഭയ്ക്ക് സമാധാനമുണ്ടായി. നമ്മുടെ സഭയ്ക്കും സമാധാനം ഉണ്ടാകണം. സമാധാനം മാത്രമല്ല, അടുത്ത പദം കൂടെ ഒന്ന് വായിച്ചേ. ആത്മീയ വർധന പ്രാപിക്കണം. കർത്താവിനോടുള്ള ഭക്തി വർദ്ധിച്ചു വരണം. പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിൽ സഭ വളർന്നു വരണം. എനിക്ക് അവിടെയൊക്കെ ഇച്ചിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഞാനങ്ങ് വിടുക.
കർത്താവിൻ്റെ ദാസന് സമയം കിട്ടുമ്പോൾ ആ ഭാഗമൊക്കെ കുറച്ചൊന്ന് പറഞ്ഞുകൊടുക്കും. ദൈവസഭയ്ക്ക് വേണ്ടിയ ദൂതുകൾ അതിനകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. 9-ാം അധ്യായം 31-ാം വാക്യം. സഭ സമാധാനം ഉണ്ടായിരിക്കണം. അമ്മക്ക് മടങ്ങി വരെ എളുപ്പം വായിച്ചു. അത് ഹഗായി നിൽക്കണേ. ആ ഭാഗം അവിടെ നിൽക്കട്ടെ, താഴോട്ട് പോകുന്നില്ല, സമയമില്ലാത്ത കൊണ്ട്. 15-ാം വാക്യം ഒന്ന് വായിച്ചേ. സിസ്റ്ററെ 3:15 നമ്മുടെ സഫ്നിയാവ്. മതി, നിൽക്കണേ, താഴോട്ട് വായിക്കാം നമുക്ക്. നിന്റെ ശത്രുവിനെ വിശ്വസിക്കാവോ? ദൈവസഭയുടെ ശത്രുവിനെ ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു. നിനക്ക് രോഗമിട്ട് ഭാരപ്പെട്ടത്, നിന്റെ കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതെ നിന്നെ അടിമയാക്കി വെച്ചിരുന്ന ആ പിശാചിനെ ദൈവം നീക്കിക്കളഞ്ഞു. നമ്മൾ കേട്ടല്ലോ, കയറ് വലത്തോട്ട് തിരിക്കും, ഇടത്തോട്ട് തിരിക്കും. ഇതായിരുന്നു പിശാചിന്റെ ജോലി. അവൻ അവൻ തരുന്ന ആലോചനയ്ക്കൊത്ത നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ദൈവാത്മാ പറയുന്നു, അവനെ, ശത്രുവിനെ ദൈവം അങ്ങ് നീക്കിക്കളഞ്ഞു. ഇനി നിന്നെ കടിഞ്ഞാണിടാൻ, ആ കടിഞ്ഞാണിട്ട് നിന്നെ മൂക്കെ കയറിയിട്ട് പിടിക്കാൻ ഇനി ആളില്ല. നീ എന്ത് ചെയ്യണം? നീ ദൈവസന്നിധിയിൽ താഴണം. ദൈവം തരുന്ന ആലോചനയ്ക്കൊത്ത് നീ മുന്നോട്ട് പോകുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ശത്രുവിനെ നീക്കിക്കളഞ്ഞിട്ട് അടുത്തത്, ഇനിയും നീ അനർത്ഥം കാണുകയില്ല. ദൈവസഭയെ, നിങ്ങളുടെ സഭയിൽ ഇനിയും അനർത്ഥമുണ്ടാക്കാൻ ദൈവം പിശാചിനെ അനുവദിക്കത്തില്ലെന്ന് കഴിഞ്ഞ നാളുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് പകൽക്കാലം കർത്താവ് പറഞ്ഞു, നിന്റെ ശത്രുവിനെ മാറ്റിയിട്ട് അനർത്ഥം നിനക്കുണ്ടാകാതെ വണ്ണം നിന്നെ ദൈവം പരിപാലിക്കും, സൂക്ഷിക്കും. എളുപ്പം വായിച്ചു വിട്ടോ, സമയം മുന്നോട്ട് പോകുന്നു. രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യത്തിലുണ്ട്. ആര്? യഹോവയായ ദൈവം. രക്ഷിക്കുന്ന വീരനായി നിന്റെ ആലയത്തിൽ ഉണ്ടെന്നാണ് ദൈവം ആലോചന തരുന്നത്. നിന്റെ മധ്യേ ആലയത്തിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഭവനത്തിലും ഈ ശക്തിയോടെ ദൈവം ഉണ്ടായിരിക്കും. ഭവനത്തിലും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ വെളിപ്പെടാൻ തയ്യാറാകണം. സ്തോത്രം. അടുത്തത് എളുപ്പം വായിച്ചു വിട്ടു. സകല ദിക്കിലും ഉള്ളവരെ ഞാൻ കൂട്ടി വരുത്തി എന്ത് ചെയ്യുമെന്ന പ്രശംസ കിരീടമാക്കി തീർക്കും. ഹല്ലേലൂയ. ദൈവം തന്റെ ജനത്തെ പ്രശംസ കിരീടമാക്കി തീർക്കും. ഞാൻ ദൈവവചനം പഠിച്ചപ്പം നമുക്കൊക്കെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഓരോ കിരീടങ്ങളുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പം നമുക്കൊരു സംശയം തോന്നുന്നു, സഹോദരിമാർക്കുണ്ടോ എന്ന്. ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കിരീടം. നമുക്കെല്ലാവർക്കും ഉണ്ട്. അവിടെ ചെല്ലുന്നുണ്ടെ സഹോദരന്മാരാണ്, ദൈവദാസനാണ്, ഇതൊന്നും ഇല്ല, വേർതിരിയില്ല, എല്ലാവർക്കും കിട്ടും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ആ കിരീടത്തിന്മേൽ ഓരോ നല്ല കല്ലുകൾ തിളങ്ങും. ആ കല്ല് തിളങ്ങുന്നത് നമ്മുടെ ഇവിടുത്തെ പ്രവൃത്തി അനുസരിച്ച.
സ്തോത്രം. നീ ഇവിടെ എത്രമാത്രം കഷ്ടപ്പെട്ടോ അതനുസരിച്ച് നിന്റെ കിരീടത്തിന്മേൽ കല്ല് കൂടും. നീ ഇവിടെ കർത്താവിന് വേണ്ടി എന്തെല്ലാം ത്യാഗം ചെയ്തോ, എന്തെല്ലാം നന്മകൾ കർത്താവിന് വേണ്ടി ചെയ്തോ, ദൈവസഭയ്ക്ക് എന്തെല്ലാം ചെയ്തോ, ജനത്തിനു വേണ്ടി, വിടുതലിന് വേണ്ടി നീ എത്രമാത്രം ഉപസിച്ചോ, എത്രമാത്രം പ്രാർത്ഥിച്ചോ, അതനുസരിച്ച് നിന്റെ കിരീടത്തിന് മേൽ കല്ലുകൾ തിളങ്ങും. പ്രൈസ് ദി ലോർഡ്. കല്ലുകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമുണ്ട്. പിന്നെ ഇരിപ്പിടത്തിലും വ്യത്യാസമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രസ്ഥാനമൊന്നും ഞാൻ പറയുന്നില്ല, പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് വിചാരിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ഇവിടുത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമല്ലയോ, അതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ തൊട്ടടുത്തായിരിക്കും ഞാൻ ഇരിക്കുന്നതെന്ന്. അവിടെ ചെന്നെത്തിയ ഭാഗ്യം. ഈ ചിന്തയുള്ളവരെ ഒന്നും മേളിലോട്ട് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറയട്ടെ, എൻ്റെ പ്രാർത്ഥനയും കണ്ട് കർത്താവെ ഏറ്റവും പുറകിൽ ഒരു കസാരയെങ്കിലും എനിക്ക് കിട്ടിയാൽ മതി. ഏറ്റവും പുറകിൽ. ബാക്കിയുള്ളതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്, തരുന്നെങ്കിൽ തന്നോട്ട്, സന്തോഷമേ ഉള്ളൂ. പക്ഷെ ആഗ്രഹം ഏറ്റവും പുറകിലെങ്കിലും ഒരു കസാര എനിക്ക് വേണ്ടി കിട്ടണം. വിശ്വസ്തയോടെ ജീവിക്കുന്ന ദൈവ പൈതലേ, നിന്നെ എൻ്റെ ദൈവം തള്ളിക്കളയത്തില്ല, നിന്നെ അവിടെ കൊണ്ടുപോകും. കർത്താവ് പറഞ്ഞിരിക്കുന്ന നിത്യത നിന്റെ ഉള്ളിലാക്കി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ നിത്യമായ ഒരു വാസമുണ്ടല്ലോ, അത് നമ്മുടെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുക, ഇപ്പോഴേ തന്നിരിക്കുക. ആ വിശ്വാസത്തോടെ അങ്ങ് ജീവിച്ചാൽ മതി, വിശുദ്ധിയോടെ അങ്ങ് ജീവിച്ചാൽ മതി, അവിടെ ചെന്നെത്തും. ഇന്നലെ നമ്മൾ പല ഭാഗങ്ങൾ കേട്ടു, ദൈവത്തിൻ്റെ പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നും പോകരുത്. പോകാതിരുന്നാൽ നമ്മൾ അങ്ങ് ചെല്ലുവാൻ ഇടയായിത്തരും. ദൈവം പറയുന്നത് നടക്കുമോ? നടക്കും. നിശ്ചയമായും കർത്താവ് പറയുന്നത് നടക്കും. നമ്മളൊന്ന് വിശ്വസിച്ചേ. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ജോലി റിസൈൻ ചെയ്യാൻ, ഞാൻ ഇന്നലെ സാക്ഷിയൊക്കെ പറഞ്ഞതാ, ജോലി റിസൈൻ ചെയ്യാൻ പറഞ്ഞു, ജോലി റിസൈൻ ചെയ്തു. 31 വർഷം എന്നെ നടത്തിയ എൻ്റെ ദൈവം, ഒന്നിനും കുട്ടില്ലാതെ, ഒന്നിനും കുറവില്ലാതെ എന്നെ നടത്തിയ ദൈവം, ആ ദൈവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന് നിങ്ങളെ നടത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുന്നതന്നെ അബ്രഹാമിനോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞു. ഇന്നലെ നമ്മളത് ചിന്തിച്ചു. എത്രാമത്തെ വയസ്സിലാണ് അബ്രഹാമിന് കുഞ്ഞുണ്ടായത്? 100-ാമത്തെ വയസ്സിൽ. സാറായിക്ക് 90 വയസ്സ്. അവർക്ക് കുഞ്ഞിനെ കൊടുക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നീണ്ട 25 വർഷത്തിന് മുമ്പ് പറഞ്ഞതാ. എന്താ? ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. 12-ാമത്തെ ആയത്തിൻ്റെ പ്രാരംഭ വാക്യത്തിലുണ്ടത്. നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി, അറിയാവുന്ന കാര്യമല്ലേ. അബ്രഹാം ഇറങ്ങിത്തിരിച്ചു, വിശ്വാസത്തോടെ ഇറങ്ങിത്തിരിച്ചു. അബ്രഹാം വിശ്വസിച്ചത് അവൻ്റെ ജീവിതത്തിൽ നീതിക്കായി ദൈവം കണക്കിട്ടെങ്കിൽ 31 വർഷത്തിന് മുമ്പ് ജോലി കളഞ്ഞ ജിജിത്തെ കടത്തിൻ്റെ വിശ്വാസത്തെ ദൈവം നീതിക്കായി കണക്കിട്ടു. ധൈര്യത്തോട് പറയുക, ഉറപ്പോട് പറയുക, വിശ്വാസത്തോട് പറയുക, അനുഭവത്തോടു കൂടെ പറയുകയാണ്. സ്തോത്രം. ആ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കും. സ്തോത്രം. നിശ്ചയമായും അനുഗ്രഹിക്കും. നിങ്ങൾ 13-ാമത്തെ 14-ാം വാക്യം എന്ന് വെച്ചേ, ആ ഉൽപ്പത്തി പുസ്തകം 13-14. എളുപ്പം. ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞതിന് ശേഷം, കണ്ടോ, അപ്പൊ ലോത്ത് ഇരുന്നപ്പം പിന്നെയും അബ്രഹാമിനോട് ദൈവത്തിന് സംസാരിക്കാൻ പറ്റിയില്ല. എന്താ ഈ ലോത്ത്? ലോകമോഹമാണ്. ലോത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അറിയാൻ, ലോത്തിനെ
കാണിക്കുന്നത് ലോകത്തിൻ്റെ മോഹമാണ്. കാരണം പുള്ളി പോകുന്നിടത്തൊക്കെയും നല്ല മേച്ചിൽ നോട്ടം, പിന്നെ പുള്ളി ഒടുവിൽ നമ്മൾ കണ്ടില്ലേ പട്ടണത്തിൻ്റെ വാതിക്കലിരിക്കണം പുള്ളിക്ക്, എന്ന് പറഞ്ഞാൽ കസറ കിട്ടണം. ഇതൊക്കെ ആഗ്രഹമുള്ളതായിരുന്നു ലോത്ത്. എന്നാൽ കർത്താവ് ഇവിടെ വചനം പറയുന്നു, ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞതിന് ശേഷം യഹോവ ഇറങ്ങി വന്നു. ഹല്ലേലൂയ! യഹോവ ഇറങ്ങി വന്നു അബ്രഹാമിന്റെ അടുത്ത്. അബ്രഹാമേ, നീ എന്നെ അനുസരിച്ചവനാണ്, നീ എന്നെ വിശ്വസിച്ചവനാണ്, ഞാൻ പറഞ്ഞത് നീ കേട്ടവനാണ്. നിന്നെ ഞാൻ ഇതുവരെ രണ്ടാമത് കടന്നു വരാൻ കഴിയാഞ്ഞത് എന്താണെന്നറിയാമോ? ഈ ലോത്ത് നിന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞ ആത്മാവിൽ പറയട്ടെ, ലോത്ത് കൂടെ ഉള്ളിടത്തോളം കാലം കർത്താവ് നിന്നോട് സംസാരിക്കത്തില്ല. ലോത്തിനെ വിട്ടുപിരിയാൻ നീ തയ്യാറാണെങ്കിൽ ആ സർട്ടൻ ടൈമിൽ, ആ നിമിഷം തന്നെ ദൈവം നിന്റെ അടുക്കൽ ഇറങ്ങി വന്ന് സംസാരിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. എന്തോ പറഞ്ഞത്? അബ്രഹാമേ, ലോത്ത് പോയില്ലേ, നീ വിഷമിക്കൊന്നും വേണ്ട, നീ ഒന്ന് എഴുന്നേറ്റ്, നീ ഒന്ന് എണ്ണീച്ച് പുറത്തോട്ട് ഇറങ്ങി വാ, നീ തല പൊക്കി അങ്ങോട്ടൊന്ന് നോക്കിയേ. ഒന്ന് വായിച്ചേ. കണ്ടോ? 4 ദിക്കിലോട്ടും നോക്കാൻ. കർത്താവിന്റെ ദാസനെ 4 ദിക്കും യേശുവിന്റെ നാമത്തിൽ അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചോ, സഭ പ്രാർത്ഥിച്ചോ. 4 ദിക്കിൽ നിന്നും ദൈവസഭയിൽ ദൈവം ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരും. നമ്മൾ കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ ഈ സഭയൊക്കെ പൊളിച്ച് പണിയാൻ പോവാ. പ്രൈസിലോട് കിട്ടിയില്ല, സ്തോത്രം കിട്ടിയില്ല, വേണ്ടായോ? ഇത്ര മതിയോ? വലിയ സഭ പണിയാൻ പോവാ. നിശ്ചയമായും എല്ലാ വഴികളും ദൈവത്തിൻ്റെ സമയമാകുമ്പം ദൈവം ഒരുക്കും. നെഹമ്യാവിനെ കുറിച്ച് ഞാൻ നമ്മളും കേട്ടല്ലോ. നെഹമ്യാവ് ഇറങ്ങി തിരിച്ചപ്പം അല്പമല്ലാത്ത ഭാരം നെഹമ്യാവിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ പോകുന്ന വഴിക്ക് മതിൽ പണിക്കുള്ള എല്ലാ സാമഗ്രികളും അവിടെ ചെന്നു. പണിയാൻ തുടങ്ങിയപ്പം ശത്രുവൊക്കെ വന്നു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഏത് തടസ്സവും മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. അതാണ് കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ ദൈവം നമ്മുടെ സഭയെ പണിയും. ഞങ്ങൾ ശിശുഷന്മാരൊന്നും അല്ല പണിയുന്നത്. ഞങ്ങളങ്ങ് അനുവദിച്ച് ദൈവത്തിന് അങ്ങ് ചേർന്ന് നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് പറയുന്നത് അതുപോലെ അങ്ങ് അനുസരിക്കാമെന്നുണ്ടെങ്കിൽ ദൈവം ബാക്കി കാര്യങ്ങൾ ചെയ്തോളും, ദൈവം പണിതോളും. സ്തോത്രം. വായിച്ചാട്ടെ എളുപ്പം വായിച്ചാട്ടെ. കാണുന്ന ഈ നീ കണ്ട തലപൊക്കി നോക്കി നീ കണ്ട ഭൂമിയൊക്കെ ഉണ്ടല്ലോ, അത് മുഴുവനും നിനക്കും നിന്റെ സന്തതിക്കും. കണ്ടോ? ടെമ്പററി ആയിട്ട് തരാമെന്നല്ല പറഞ്ഞത്, താമസിക്കാൻ തരാമെന്നല്ല പറഞ്ഞത്, ശാശ്വത തീരാറാത ആധാരം എഴുതി തരാമെന്ന്. സ്തോത്രം. നിങ്ങളോട് ഞാൻ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇത് പറയുമ്പം അബ്രഹാമിന് എത്ര മക്കളുണ്ടായിരുന്നു? 1 2 എന്തോ? ഒന്നുമില്ല. ഒരു മകൻ പോലും ഇല്ലാത്ത സമയത്താണ് കർത്താവ് പറഞ്ഞത്, നിന്റെ സന്തതിയെ ഞാൻ ഇതുപോലെ പെരുക്കും. ഈ 4 നീ നോക്കിയ 4 ദിക്കും അവർക്ക് ഞാൻ അവകാശമായി കൊടുക്കും. സ്തോത്രം. വിശ്വസിക്കാമോ? അബ്രഹാമിനോട് പറഞ്ഞ ഈ കർത്താവിൻ്റെ വാഗ്ദത്തത്തെ ഇന്ന് പകൽക്കാലം ദൈവസഭ വിശ്വസിച്ച് ഏറ്റെടുക്കാമോ? ഏറ്റെടുക്കുമെങ്കിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ നിറവേറുക തന്നെ ചെയ്യും.
ഹല്ലേലൂയാ. ദൈവം പറഞ്ഞത് സംഭവിക്കുമെന്നുള്ളതിന് ഒരു ചെറിയ ഉദാഹരണം മാത്രം പറഞ്ഞ് ഞാൻ മുന്നോട്ട് വിടുകയാണ്. 15 സെഫനിയാവ് 15 മടങ്ങി വരാം. സെഫനിയ 3:15-16. ആ ഘോഷത്തോടെ അവൻ നിന്നിൽ സന്തോഷിക്കും. ദൈവപ്രവൃത്തി ദൈവസഭയിൽ വെളിപ്പെടുമ്പോൾ ആരാ സന്തോഷിക്കുന്നത്? നമ്മുടെ കർത്താവാ. നമുക്കൊക്കെ സന്തോഷം ഉണ്ടെങ്കിലും കർത്താവ് സന്തോഷിക്കും. കർത്താവ് സന്തോഷിക്കും. അടുത്തത് എളുപ്പം വായിച്ചു. ആ മുടന്തി നടക്കുന്നവരെ ഞാൻ രക്ഷിക്കും. ആ ചിതറിപ്പോയതിനെ ഞാൻ തിരിച്ച് ശേഖരിച്ചു കൊണ്ടുവരും. ആ സകലരെയും ഞാൻ മടക്കി വരുത്തും. അടുത്തത് വായിച്ചു, എളുപ്പം വായിച്ചു. ആ ആ എന്തോ ആക്കുമെന്ന പ്രശംസ കിരീടമാക്കും. ദൈവസഭയെ കുറിച്ച് ദൈവത്തിൻ്റെ വാഗ്ദത്ത അരുളപ്പാടാണ്. സഭയെ ഞാൻ എന്ത് ചെയ്യും? പ്രശംസ കിരീടമാക്കും. ഹല്ലേലൂയ. ദൈവസഭയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്, പ്രശംസ കിരീടമാകണം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ കർത്താവാണ്. നിങ്ങൾ അടുത്ത വാക്യത്തിൻ്റെ ആ അവസാന ഭാഗം കൂടെ ഒന്ന് വായിച്ചു വിട്ടു. ഒടുവിലത്തെ വാക്യം. ആ ഭൂമിയിലെ സകല ജാതികളെയും ഇടയിൽ കീർത്തിയും പ്രശംസയും ആക്കി തീർക്കും. കീർത്തി. അപ്പം അതെടുക്കാനാണ് ഞാൻ കൊണ്ടുവന്നത്. നമ്മൾ പ്രശംസ പറഞ്ഞു വിട്ടല്ലോ. കീർത്തി, നിങ്ങളെക്കുറിച്ചുള്ള കീർത്തി സകലതും അറിയത്തക്ക രീതിയിൽ, ഈ പട്ടണം മുഴുവനും കേൾക്കത്തക്ക രീതിയിൽ നിങ്ങളെക്കുറിച്ചുള്ള കീർത്തി പരക്കുമെന്ന്. കീർത്തി പരന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എടപ്പള്ളിയിൽ നിന്ന് ആൾക്കാർ ഇവിടെ വരും, വൈറ്റിലയിൽ നിന്ന് ആൾക്കാർ ഇവിടെ വരും. എല്ലാ സ്ഥലങ്ങളൊന്നും എനിക്കറിയത്തില്ല. പാലാരിവട്ടത്തു നിന്ന് ആൾക്കാർ വരും. എവിടെയെല്ലാം, ഇനി തൃപ്പുണിത്തറയെന്ന് വരെ ആൾക്കാരിവിടെ വരും. എന്താ? ദൈവസഭയെക്കുറിച്ചുള്ള കീർത്തി. കീർത്തി പരന്നാൽ മതി. എല്ലാവരും കേട്ട് വരും എന്ന് പറഞ്ഞേ ഇരിക്കത്തക്ക രീതിയിൽ നല്ല വലിയൊരു ആലയം ദൈവം നമുക്ക് തരും. എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ എവിടെ ഇരിക്കുമെന്ന് ഓർത്തൊന്നും ഭാരപ്പെടണ്ട. കർത്താവ് നമുക്ക് ആലയം തരും. ഞാൻ കണ്ടിട്ടുണ്ട്, ഞെരുങ്ങിയ ഇടത്തു നിന്ന് ദൈവം വിശാലതയിലേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ കസാര ഇടാൻ നിവർത്തിയില്ല, എന്നിട്ട് പുൾപിറ്റിൻ്റെ അടുത്ത് വരെ പിള്ളേരെ ഇരുത്തിയിട്ട് അങ്ങോട്ട് താഴെ ഇരിക്കാൻ പറ്റുന്ന എല്ലാവരെയും താഴെ ഇരുത്തും. നിങ്ങളെല്ലാം താഴെ ഇറങ്ങിയിരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇച്ചിരി കഷ്ടമൊക്കെ അനുഭവിച്ചാൽ ദൈവം നല്ല ആലയം നമുക്ക് തരും. നമ്മൾ ആത്മാർത്ഥമായി ഒന്ന് ആഗ്രഹിച്ച് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തായിരിക്കുക. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കീർത്തി ഒന്ന് പരക്കട്ടെ. പരന്നാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. സങ്കീർത്തനം 18:28 ഒരു എളുപ്പം ഒന്ന് വായിച്ച് ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ പോവാം.
നീ എൻ്റെ ദീപത്തെ കത്തിക്കും, അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്താ? എൻ്റെ ദൈവത്താൽ, എൻ്റെ ശക്തിയാലല്ല, എൻ്റെ ദൈവത്താൽ അന്ധകാരം മാറിപ്പോണം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തീ നമ്മൾ അകത്തോട്ടൊന്ന് കത്തണം. കത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്ധകാരം അങ്ങ് മാറി. അന്ധകാരം മാറിക്കഴിഞ്ഞാൽ പിന്നെ പ്രകാശമാണ്. ആ പ്രകാശം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പ്രകാശം അകത്ത് കയറി എന്നുള്ളതാണ്. അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞ, നിന്നാൽ ഞാൻ പാഞ്ഞു ചൊല്ലും. ഏത് പടക്കൂട്ടമാണെങ്കിലും എതിരായി നിന്നാലും എനിക്ക് വിഷയമല്ല. കാരണം എൻ്റെ ഉള്ളിലിരിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാ, ദൈവത്തിൻ്റെ പ്രകാശമാണ്. ആയതിനാൽ ഞാൻ പാഞ്ഞു ചെല്ലും. മാത്രമല്ല, ഏത് വലിയ മതിലാണെങ്കിലും എനിക്ക് വിഷയമല്ല. ഞാൻ ചുമ്മാ നിന്നു കൊടുത്താൽ മതി. ഈ പരിശുദ്ധാത്മാവ് എടുത്ത് അപ്പുറത്ത് കൊണ്ടുവന്ന് വെക്കും. നിങ്ങൾക്ക് സംശയമുണ്ടോ? അതിന് വേണമെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇന്നലെ കർത്താവിൻ്റെ ദാസൻ ഇവിടെ ആരാ പാട്ട് പാടിയപ്പോഴും കണ്ടോ ഒന്ന് സൂചിപ്പിച്ചു. ഏലിയാവ് യാഗം ഒക്കെ കഴിഞ്ഞതിന് ശേഷം, ദൈവപ്രവൃത്തി ഒക്കെ വെളിപ്പെട്ട് വന്നതിന് ശേഷം രാജാവിനോട് പറഞ്ഞു, രാജാവേ മഴ പെയ്യാൻ പോവാ. രാജാവിൻ്റെ ജീവിതത്തിൽ രാജാവ് വിശ്വസിച്ചില്ല. നീ എന്നെ ഓർക്കണ്ട. എന്നാൽ ഈ രാജാവ് ദൈവപ്രവൃത്തിയൊക്കെ ഒന്ന് വെളിപ്പെടുത്തിയത്, ഏലിയാവിൻ്റെ ശക്തിയൊക്കെ ഒന്ന് മനസ്സിലാക്കിയതാ. എന്നാ അവനെ കൂടെ രഥത്തെ കയറ്റാമെന്ന് വിചാരിച്ചോ? ഗുണപ്പെടാത്തവൻ്റെ രഥത്തെ കയറുന്നതല്ല ആത്മീയൻ. വിളിച്ചില്ലെന്ന് അങ്ങ് പോട്ടെ. പക്ഷേ ഏലിയാവ് അറിയാം, വിളിച്ചാലും പോകത്തില്ല. കാരണം ഇവൻ ഗുണപ്പെട്ടവനല്ല, അവൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് ഏലിയാവിന് നന്നായിട്ടറിയാം. ദൈവമക്കളെ, ഗുണപ്പെടാത്തവൻ്റെ കൂടുള്ളതായ സഹകരണം എനിക്ക് അറിഞ്ഞുകൂടാ. ആരോടാ ദൂത് പറയുന്നതെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങളത് വിശ്വസിച്ചോണം, ഏറ്റെടുത്തു. ഗുണപ്പെടാത്തവൻ്റെ കൂടെ നീ പോകരുത്, നിന്റെ ആത്മീയം ചോർന്നു പോകും. എന്നാൽ ഏലിയാവ് പറഞ്ഞു, രാജാവേ നീ പൊക്കോ. ഏലിയാവ് എന്ത് ചെയ്തു? ഏലിയാവ് അവിടെ നിന്നു, ചെരുപ്പിട്ട് അരമുറുക്കിയിട്ട് അവിടെ നിന്നു. ഏലിയാവിന് നന്നായി അറിയാം, ഈ കുതിര വെച്ച് ഓടുന്ന രഥമുണ്ടല്ലോ രാജാവിൻ്റെ, ഇതിൻ്റെ ആഹാബിൻ്റെ രഥത്തെക്കാട്ടിലും മുന്നമേ എത്തിക്കാൻ എൻ്റെ ദൈവത്തിനറിയാം. ഞാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയതാണ്. ഞാൻ ദൈവത്തിൻ്റെ ആലോചന നിറവേറ്റിയതാണ്. ദൈവശക്തി ഞാൻ വെളിപ്പെടുത്തിയവനാണ്. ഹല്ലേലൂയ! ഈ ആഹാബിൻ്റെ രഥം എൻ്റെ കാൽ ചവിടിന് അപ്പുറം പോകത്തില്ല. സ്തോത്രം. ആഹാബ് വരുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവ് ഏലിയാവിനെ എടുത്തുകൊണ്ടങ്ങ് പോയി. നിങ്ങൾ നോക്കിക്കോ, ഞാൻ എൻ്റെ ഭാവനയെ കണ്ടപ്പം ഈ ആഹാബ് രാജാവ് രഥത്തിലിരുന്നുകൊണ്ട് നോക്കുകയാണ്. എന്തോ ഒരു സ്പീഡിലാ ഏലിയാവ് പോകുന്നത്. ഭയങ്കര സ്പീഡില്ല. ഇതെവിടുന്ന് വന്നു? ദൈവത്തിൻ്റെ ആത്മാവ്. മതിൽ ചാടാൻ പറ്റുമോ? നിശ്ചയമായിട്ടും നടക്കും. പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലാൻ പറ്റുമോ? വഴി മാറിത്തരും. അതാണ് ദൈവത്തിൻ്റെ ശക്തി ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ നിശ്ചയമായും നാം ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ടിൻ്റെ അടിപാടി ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. സ്തോത്രം. ഇന്നലെ കർത്താവിൻ്റെ ദാസൻ ഇവിടെ ഒരു പാട്ട് പാടി. എനിക്ക് ഭയങ്കര, ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ,
മഴ പോലെ ഇറങ്ങി വരണമെന്ന്. എനിക്ക് അതിൻ്റെ അർത്ഥമൊക്കെ ആഴം ഒത്തിരി മനസ്സിലായപ്പോൾ ഞാൻ എൻ്റെ കണ്ണ് നിറയാനിടയായി തോന്നും. നമ്മളെ വാസ്തവമായി ആഗ്രഹിക്കണം, പരിശുദ്ധാത്മാവ് എന്നിൽ ഇറങ്ങി വരണമേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കണം. എങ്ങനെ? മഴ പോലെ ഇറങ്ങി വരണം. ഇവിടെ രാവിലെ ഇന്ന് പാടി കർത്താവിൻ്റെ ദാസന്മാർ നമ്മുടെ കുഞ്ഞുങ്ങൾ പാടി, കർത്താവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതി മാറും. നമ്മുടെ സ്ഥിതി മാറ്റാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവ് നമ്മളിലോട്ട് ഇറങ്ങി വരട്ടെ. നമുക്കൊന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. ഒരു നിമിഷം എല്ലാവരും കണ്ണുകൾ അടച്ചേ, അല്പസമയം കേട്ട വചനത്തിന് മുമ്പിൽ ദൈവസന്നിധിയിൽ ഹൃദയം ഒന്ന് പകർന്നേ. കർത്താവേ, നിന്റെ ഹിതം പോലെ എന്നെ ഏൽപ്പിച്ചു തരുന്നു. നീ പ്രവർത്തിക്കാൻ തടസ്സമായി എന്നിലുള്ള കുറവുകളെ അങ്ങയുടെ രക്തത്താൽ ഒന്ന് കഴുകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം.
നിമിഷം നമുക്ക് പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നലെയും ഇന്നുമായിട്ട് നമ്മുടെ കൂടെ ആ വിലപ്പെട്ട സമയം ചിലവഴിക്കുകയും നമ്മെ ആത്മാവിൽ ഉറപ്പിക്കുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും കർത്താവ് ശക്തമായിട്ട് ഉപയോഗിച്ച അങ്ങയുടെ ദാസൻ, നമ്മൾ ഒരുമിച്ച് അദ്ദേഹത്തിന് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം എല്ലാ കരങ്ങൾ ആ കുടുംബത്തിന് നീട്ടിയാട്ടെ. എല്ലാ കരങ്ങളും ഈ അന്ത്യകാല സഭയിൽ കർത്താവിന് വേണ്ടി ഇനി വലുത് ചെയ്യുവാൻ, പലപ്പോഴും വഴിമുട്ടി നിൽക്കുന്ന അനുഭവങ്ങളുടെ നടുവിൽ ദൈവത്തിന് അരുളപ്പാടുകളുമായി ഇറങ്ങിച്ചെന്ന് ബലപ്പെടുത്തുവാൻ, ചിറകറ്റുപോയ തൂവലറ്റുപോയ ചിറക അത് കഴുകിലൊക്കെ പറപ്പിക്കാൻ തക്കവണ്ണം പുതു ചിറകുകൾ വെക്കിപ്പിടിപ്പിക്കാൻ തക്കവണ്ണമുള്ള വാക്കുകൾ സംസാരിക്കുവാൻ ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പ അങ്ങയുടെ നാമത്തിൽ സഭയായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ ദാസന് വേണ്ടി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 2 ദിവസവും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ക്ഷീണിച്ചുപോയ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. മുന്നോട്ട് എങ്ങനെ പോകണമെന്നറിയാതെ വെച്ച് പോയ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് ഇന്നൊരു ഉറപ്പുണ്ട്, ഞങ്ങളെ വിളിച്ച കർത്താവ് വിശ്വസനാണെന്ന്. ഇന്ന് പകൽ കേട്ട ദൈവവചനം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഞങ്ങളുടെ കർത്താവ് വിശ്വസനാണെന്ന്. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ ദാസനെ കുടുംബത്തെയും അനുഗ്രഹിക്കുന്ന കർത്താവേ, ഇതുപോലെ തകർന്നിരിക്കുന്നവരെ ഉയർത്തുവാൻ തക്കവണ്ണം ദൈവജനമായി ഈ തലമുറയിൽ നിവർത്തി നിൽപ്പാൻ തക്കവണ്ണം അങ്ങയുടെ ദാസനെയും കുടുംബത്തെയും ചേർന്ന് നിൽക്കുന്ന സഹോദര കുടുംബത്തെയും എല്ലാവരെയും ശക്തമായി ഉപയോഗിക്കാൻ പോകുന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് സഭയായി അങ്ങയുടെ ദാസനെയും കുടുംബത്തെയും അവർ ചെയ്യുന്ന സകല വേലയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൂടെ നിൽക്കുന്ന കൂട്ടുവേലക്കാരെയും കൂടെ നിൽക്കുന്ന സഹോദര വർഗത്തെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഈ തലമുറകളിൽ കർത്താവ് എല്ലാവരെയും കർത്താവിന് നല്ല ആയുധമായി, മൂർച്ചയേറിയ ആയുധമായി, ദൈവത്തിന് കൊള്ളാവുന്ന ആയുധമായി ഉപയോഗിക്കാൻ പോകുന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കുകയാണ് യേശുവിന്റെ നാമത്തിനെ. ആമേൻ, ആമേൻ. പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഞങ്ങൾക്കിന്നൊരു പ്രത്യാശയുടെ ഒരു തുരുമ്പ് ഞങ്ങളുടെ അകത്തേക്ക് ഇരട്ടുണ്ട്. ഒട്ടും വിട്ടുപിരിയാതെ പ്രാർത്ഥനയിൽ അത് ബലം പ്രാപിച്ച് വരുവാൻ, ഉപവാസത്തിൽ അതിനെ ശക്തീകരിക്കുവാൻ, അതിനെ മൂർച്ച കൂട്ടുവാൻ, ഞങ്ങളുടെ മുമ്പിലുള്ള എതിരാളികളെ, ശത്രു സൈന്യത്തെ, പാതാള ഗോപുരങ്ങളെ ജയിക്കുവാൻ ഇന്ന് ഞങ്ങൾ എടുക്കുന്ന തീരുമാനത്തിന് മേൽ ദൈവകൃപക്കായി ഞങ്ങൾ ചോദിക്കുകയാണ്. ഇന്ന് പകലിൽ ആരെങ്കിലും ഇതിനകത്ത് ദൈവസഭയ്ക്ക് വേണ്ടി ഞാൻ നിൽക്കാമെന്ന് പറയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, ഇപ്പോൾ ദൈവസഭയുടെ ഉത്തരവാദിത്വം ഞാൻ എടുക്കാമെന്ന് പറയുന്ന ആരെങ്കിലും ഹൃദയം നുറുങ്ങി അങ്ങേ കരങ്ങളിൽ കേൾപ്പിച്ച് നിൽക്കുന്നുവെങ്കിൽ, പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ ദാസന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ വെളിപ്പെടട്ടെ അപ്പാ, അവിടുത്തെ ശക്തി വെളിപ്പെടട്ടെ, അവിടുത്തെ അഭിഷേകം വെളിപ്പെടട്ടെ. ഈ അന്ത്യകാലത്ത് അങ്ങയുടെ മനസ്സന്വേഷിക്കുന്ന ആ പാപ്പ നിനക്ക് വേണ്ടി ഓടുവാൻ എൻ്റെ ആലയം ശൂന്യമായിരിക്കെ തട്ടിട്ട മാളികളിൽ ജീവിക്കുന്നവരാ അനേക ദൈവ കുഞ്ഞുങ്ങളും. ഇന്ന് കർത്താവേ, നിനക്ക് വേണ്ടി ഞാൻ നിൽക്കാമെന്ന് ഇന്നാരെങ്കിലും പറയുന്നുവെങ്കിൽ അവിടെ മേൽ ദൈവത്തിൻ്റെ അളവറ്റ അഭിഷേകം ചൊരിയണമേ എന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ കരയിൽ കേൾപ്പിക്കുന്നു. ഇന്ന് പകൽ കർത്താവ് ഞങ്ങൾ പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുക. അല്പപോലും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ ജീവിതമോ ഞങ്ങളുടെ മോഹങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. അങ്ങേക്കായി ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. ഇന്ന് പകൽ വന്നവരെല്ലാം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രത്യേക കർത്താവേ, ഇനിയുള്ള മുന്നോട്ടുള്ള ഞങ്ങളുടെ ജീവിതം മുഴുവനും ഒരു മനസ്സോടെ, ഒരേ ഐക്യത്തോടെ, ഒരേ ഉപദേശവും ഒരേ ആത്മാവും കർത്താവെ ഒരേ ക്രിസ്തുമായിട്ട് ഒരുമിച്ച് പോകുവാൻ ഞങ്ങളുടെ ബലാഴ്ച വലിയ കർത്താവെ നന്മക്കായി കൃപക്കായി നന്ദി പറയുന്നു. ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ് യേശുവിൻ്റെ വലിയ നാമത്തന്നെയും. ആമേൻ. നമുക്ക് ആശീർവാദങ്ങൾ വഴങ്ങാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്ര ദൈവത്തിൻ്റെ കൃപയും ആശ്വസിച്ച വഴിയെടുത്ത പരിശുദ്ധാത്മാവിൻ്റെ സംസർഗ കൂട്ടായ്മയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ജനങ്ങളോടും, പ്രത്യേകം ഇവിടെ സൃഷ്ടിച്ച അങ്ങയുടെ ദാസരുടെ കുടുംബത്തിൽ കൂടി യേശുവിൻ്റെ മേഘ പ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ചില കർത്താവിനെ വിശുദ്ധ കരങ്ങൾ ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ.